പറയുന്നൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ നമ്മൾ സ്തുതിക്കുന്ന ദൈവം ആരാണെന്ന് ഇതുവരെയും പലർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെക്കാട്ടിൽ സാധാരണക്കാരനായ ആരെയോ ഒരാളെ സ്തുതിക്കുന്ന പോലാണ് സ്തുതിക്കുന്നത്. അതുകൊണ്ട് ആ പാട്ട് പാടുന്ന സഹോദരന്മാർ പറയും, ഒന്നുകൂടെ സ്തുതിച്ചാട്ടെ, പോരാ പോരാ എന്നൊക്കെ പറയുന്നത് അവരുടെ അഗതികേടുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്തുതിക്കുന്നില്ലാത്ത കൊണ്ടാണ്. പ്രസംഗകരായി ഞങ്ങൾ പറയും ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദമുയർത്തി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ യേശു ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പറയേണ്ട കാര്യമില്ല. അറിഞ്ഞവർ അവനെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും? സ്തുതിക്കും, ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഈ ഭൂമി എന്ന് പറയുന്ന സൂര്യനെ ചുറ്റുന്ന ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് 9 ഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ 8 ഗ്രഹമാണ് പഠിക്കുന്നത്. ഒരു ഗ്രഹത്തെ കൂടെ അവരെടുത്ത് മാറ്റി. അപ്പോൾ പോയിട്ട് ആ 8 ഗ്രഹം നമ്മൾ പഠിച്ച 9 തന്നെ കിടക്കട്ടെ, നവഗ്രഹങ്ങൾ. അതിനകത്തൊരു കൊച്ചു ഗ്രഹമാണ് ഭൂമി. അതിൻ്റെ 2/3 ഭാഗം വെള്ളമാണ്. ബാക്കി 1/3 ഭാഗമേ കരയുള്ളൂ. ആ കരയുള്ളതേ 5 ഭൂഖണ്ഡമായി ചിതറിക്കിടക്കുക. ആ 5 എണ്ണത്തിലെ ഒരു ഭൂഖണ്ഡമാണ് നമ്മൾ പാർക്കുന്ന ഏഷ്യ ഭൂഖണ്ഡം. അതിനകത്തെ ഒരു കൊച്ചു രാജ്യമാണ് നമ്മൾ പാർക്കുന്ന ഭാരതം. നമ്മളതിനെ മഹാഭാരതം എന്ന് പറയുന്നെങ്കിലും ഏഷ്യ ഭൂഖണ്ഡത്തിലെ കൊച്ചൊരു രാജ്യം. ആ കൊച്ചു രാജ്യത്തിലെ 29 സ്റ്റേറ്റിലെ ഏറ്റവും ചെറിയൊരു സ്റ്റേറ്റാണ് നമ്മൾ പാർക്കുന്ന കൊച്ചു കേരളം. കൊച്ചു കേരളം ഒറ്റയ്ക്കെടുത്ത് മാറ്റിയാൽ ഒരു കയ്പമ്പാവയ്ക്ക കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ സ്വഭാവം അനുസരിച്ച് ആ ഭൂമിയുടെ ആ പ്രകൃതിയും കിടക്കുന്നു. പ്രൈസ് ഒരല്ലേ പറഞ്ഞ. അപ്പം ഈ കൊച്ചു കേരളത്തിനകത്തെ ഒരു കൊച്ചു സ്ഥലമാണ് കൊട്ടാരക്കര ഉൾപ്പെടുന്ന ഈ കൊല്ലം ജില്ലയ്ക്കകത്തുള്ള നമ്മുടെ കലയപുരം. പ്രൈസ് ദി ലോർഡ്. ആ കലയപുരത്തെ കുറേ കൊച്ചു മനുഷ്യരാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെന്തോ വലിയ മനുഷ്യരാണെന്ന് തെറ്റിദ്ധരിക്കില്ല. അതിനകത്തെ കൊച്ചു മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഈ ഭൂമി ഉൾപ്പെടുന്ന ഈ ഗാലക്സി സൂര്യനെ ചുറ്റുന്ന ഗാലക്സി. ഭൂമി ഒരു ദിവസം ഒരു പ്രാവശ്യം തന്നെത്താൻ ചുറ്റും. 365 ദിവസം കൊണ്ട് സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റും. അങ്ങനെ ചുറ്റുന്ന ഭൂമിയിലായതുകൊണ്ടാണ് നമ്മളും ചുറ്റുന്നത്. നമ്മുടെ കുഴപ്പമല്ല. പ്രൈസ് ദി ലോർഡ്. ചുറ്റിലില്ലാത്ത ഒരു മനുഷ്യൻ എല്ലാവരും ചുറ്റുക. അത് ചുറ്റുന്ന ഭൂമി പാർക്കുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബുധൻ എന്ന ഗ്രഹം 84 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റും. ഈ പാസ്റ്റർ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ വന്നാൽ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ഭൂമി ഒരു പ്രാവശ്യം കറങ്ങി വരുമ്പോഴത്തേക്ക് ബുധൻ 4 പ്രാവശ്യം സൂര്യനെ ചുറ്റിയിട്ട് ഒരാഴ്ചത്തെ ക്രിസ്മസ് അവധിക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് നിൽക്കുവാണെങ്കിൽ ഒത്തിരി ചുറ്റണ്ട. ഹലോ. ബുധൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് 84 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം ചുറ്റും. ഭൂമി കുറേ അകന്ന് നിൽക്കുന്നത് കൊണ്ട് 365 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം. ഏറ്റവും അകലെ നിൽക്കുന്ന നെറ്റൂണാണെങ്കിൽ 164 വർഷം എടുക്കുമെന്ന് ചുറ്റാനായിട്ട്. അകലം കൂടും തോറും ചുറ്റല് പാറ. പ്രൈസലോ. ഇന്ന് രാത്രി അടുത്ത് നിന്നോണം. അടുത്ത് നിൽക്കുകയാണ് നീ ഒത്തിരി എന്ത് ചെയ്യണ്ട, ചുറ്റേണ്ടവരല്ലേ പറയണം. അപ്പൊ ഈ സൂര്യനെ ചുറ്റുന്ന ഒരു സൗരയൂഥ ഗാലക്സി പോലെയുള്ള മിൽക്കി വേ പോലെയുള്ള 200 മില്യൺ ഗാലക്സികളുണ്ടെന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്. എത്ര മില്യനാ? ഇതെല്ലാം കൂടെ ഉണ്ടാകട്ടെ എന്ന് ഒറ്റ വാക്കി പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാനാണ് ഞങ്ങൾ ഈ പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഇതെല്ലാം കൂടെ ഒറ്റ വാക്കിൽ ഉണ്ടാകണം. 200 മില്യൺ ഗാലക്സികൾ ഒറ്റ വാക്കിൽ ഉണ്ടാക്കിയവനെ ഒന്ന് സ്തുതിക്കാൻ പറയുമ്പോൾ നിനക്ക് ലഭിച്ച ശബ്ദത്തിൽ നീ ദൈവത്തെ സ്തുതിച്ചോണം. സന്തോഷമുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ദൈവം ആരാന്ന് നീ അറിയണം. ഹല്ലേലൂയ. പിന്നെ ഒരു ദൂത് ഞാൻ ആരംഭത്തിൽ അങ്ങ് പറയാം, ഏറ്റെടുത്ത നിങ്ങൾക്ക് അനുഗ്രഹം. നിന്റെ ഈ കൊച്ചു മനുഷ്യന്റെ കൊച്ചു വാ നീ ദൈവത്തിന് വേണ്ടി തുറന്നാൽ നിന്റെ വഴിയെല്ലാം ദൈവം അങ്ങ് തുറക്കും. വാ അടച്ച് നിന്റെ വഴി നീ അടയ്ക്കല്ലേ, വാ തുറന്ന് നിന്റെ വഴി നീ പ്രാപിച്ചോണം.
സന്തോഷമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. ആരും തന്റെ വായടച്ച് ദൈവം തുറക്കേണ്ട വഴി അടച്ചു കളയാതെ നിന്റെ വായെ തുറന്നാൽ നിന്റെ വഴിയെല്ലാം ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്നവര് ആത്മാർത്ഥമായ കരമൊന്നടിച്ച് അതരങ്ങൾ തുറന്ന് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. നമ്മുടെ സ്തുതിയുടെ പ്രത്യേകത, നമ്മുടെ സ്തുതി വീണ്ടെടുക്കപ്പെട്ടവരുടെ സ്തുതിയാണ്. വീണ്ടെടുക്കപ്പെട്ടവർ സ്തുതിക്കുന്നത് വീണ്ടെടുത്തവനെയാണ്. വീണ്ടെടുത്തവൻ നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി ചെലവാക്കിയത് ഏതെങ്കിലും മനുഷ്യർക്ക് അഴിച്ചോണ്ട് പോകാവുന്ന പൊന്നും വെള്ളിയല്ല. ആരുന്നേ നമ്മുടേത് അഴിച്ചോണ്ട് പോയേനെ. ഹലോ, ഇപ്പോഴത്തെ പ്രശ്നം പൊന്നഴിച്ചോണ്ട് പോയതാ. നമ്മുടെ അഴിച്ചോണ്ട് പോകാതിരിക്കാൻ വെള്ളി, പൊന്നെ മുതലായ അഴിച്ചോണ്ട് പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മളെ വീണ്ടെടുത്തത്. ആർക്കും അഴിക്കാൻ കഴിയാത്ത നിഷ്കളങ്കമായ നിർദോഷമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ഈ രാത്രി സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടെടുക്കപ്പെട്ടവർ ഇന്ന് രാത്രി വീണ്ടെടുപ്പിന്റെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇനി ഒരു ജനറൽ കൺവെൻഷൻ ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്ന സമാപന സന്ദേശമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരുക്കം ഇന്ന് രാത്രി നമ്മൾ ഈ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോഴേ എല്ലാവരും ഇറങ്ങി ഹോളിൽ കയറി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ചെറിയ കടിയൊക്കെ അടിച്ച് അകത്ത് കയറി ഇരുന്നിട്ട് നമ്മുടെ ബഹുമാന്യ ദൈവദാസൻ പറയും, ഇപ്പോൾ ബ്രൈഡൽ മാർച്ചിൻ്റെ സമയമാണ്. സംഗീത വിഭാഗം ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ നിയുക്ത മണവാളനും മണവാട്ടിയും താനായി തന്നെയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചേർന്ന് ബ്രൈഡൽ മാർച്ചായിട്ട് വരും. അപ്പോൾ അവരെ ബഹുമാനിക്കാൻ നമുക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ഇപ്പോൾ ആരും എഴുന്നേക്കണ്ട, ഞാൻ അവിടുത്തെ കാര്യം പറയാം എന്ന് പറയുമ്പോൾ അതുവരെ ഒറ്റയ്ക്ക് കാറിനകത്ത്, അപ്പുറത്തെ കാറിനകത്ത് ഒരു ചെറുക്കൻ, ഇപ്പുറത്തെ കാറിനകത്ത് ഒരു പെണ്ണ്, രണ്ട് ഫ്രണ്ട് പൂവൊക്കെ വെച്ചിരിക്കുക. പക്ഷെ മൊത്തം ചില്ലിട്ട് AC ഇട്ട് വെച്ചേക്കുക. ആ ഇറക്കുന്ന കൊച്ചു വീട്ടിൽ നിന്ന് അങ്ങോട്ട് വരാൻ 15 മിനിറ്റ് എടുത്തുള്ളൂ. എങ്കിലും ആ കാറെ നിറക്കിയിട്ട് ആ ഒരുക്കിയ കൊച്ചു ലാസ്റ്റിലൊരു പരിപാടിയുണ്ട്. ആ കാറ ഇരുന്ന് വന്ന സമയം കൊണ്ട് ആ ഉടുപ്പൊക്കെ ഒന്നുകൂടെ പിടിച്ചിട്ട്, സാരി ഒന്നുകൂടെ പിടിച്ചിട്ട്, രാവിലെ കൊണ്ട് ചോറും പശയെല്ലാം പുരട്ടി നീട്ടിയിട്ട് ആ മുടിയൊക്കെ ഒന്നുകൂടെ വലിച്ച് ആ പുട്ടിയിട്ട മുഖമൊക്കെ ഒന്നുകൂടെ ടച്ച് ചെയ്ത്, ഹലോ, ഒരു ഫൈനൽ ടച്ച് കണ്ടിട്ടില്ലേ? പിന്നെ ഫൈനൽ ടച്ച് ചെറുക്കൻ്റെ കൂടെ ഇരുത്താൻ പോവാ. ചെറുക്കൻ്റെ കൂടെ ഇരുത്തുന്നതിന് മുമ്പുള്ള ഫൈനൽ ടച്ചില്ലേ, ആ സമയം ആ സഭയുടെ നല്ല സ്വോത്രം പറയണം. പിന്നെ മണവാളൻ്റെ കൂടെ നിന്നെ ഇരുത്താൻ പോകുകയാ. അതിൻ്റെ സമാപന ഒരുക്കം നടന്നുകൊണ്ടിരിക്കുക. ഈ രാത്രി ഏറ്റെടുക്കുന്നവരാരും മൗനമായിരിക്കരുത്. നന്നായിട്ട് ദൈവത്തെ ഈ രാത്രി സ്തുതിക്കണം. ഹല്ലേലൂയ. നിന്റെ വീണ്ടെടുപ്പ് നാൾ അടുത്തിരിക്കുകയാൽ നിന്റെ പ്രത്യാശ വർദ്ധിക്കേണ്ട രാത്രിയോ. ഹല്ലേലൂയ. ഏറെ പരിചിതമായ, ഒത്തിരി പ്രാവശ്യം കേട്ട്, പ്രസംഗം കേട്ടും പ്രസംഗിച്ചുമൊക്കെ അനുഭവമുള്ള ഒരു പഴയ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ചുമതലപ്പെടുത്തിയ ദൈവദാസന്മാരോ ദൈവദാസിമാരോ മൈക്കിലൂടെ പരസ്യമായി വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിലും അങ്ങനെ തന്നെയാണോ എഴുതിയേക്കുന്നതെന്ന് നോക്കാവുന്നതാണ്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്,
മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. മതി. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇടത്തും വലത്തുമുള്ള ആളിന് കൈ കൊടുത്ത് പറഞ്ഞ്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ ചിന്തിച്ചാണ് ഈ പാസ്റ്ററെ പോലെ ഒരു പോഷനാരാ, ഞങ്ങളെല്ലാം വീണ്ടും ജനിച്ചവരാ, അപ്പം ഞങ്ങളോട് ഇന്ന് രാത്രി ഈ കടുങ്കൈ ചെയ്ത് തന്നെ അന്ന് പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളൊന്നിച്ച് അങ്ങയുടെ പാദപീഠം ചേർന്ന് വരുന്നു. ദൈവവചനത്തിൻ്റെ ആഴമേറിയ വെളിപ്പാടുകളെ തരണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ഈ രാത്രി ഒന്നുകൂടെ ഒരുക്കപ്പെടുവാൻ, ഒന്നുകൂടെ നിർമ്മലീകരിക്കപ്പെടുവാൻ, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് ദാവീദ് പാടിയതുപോലെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. വെടിപ്പുള്ളവരാക്കി, നിർമ്മലതയുള്ളവരാക്കി, നിഷ്കളങ്കരാക്കി ഈ രാത്രി ഞങ്ങളെ ഒരുക്കിയെടുക്കണം. എതിരായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക പോരുകളെ, എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് അഭിഷേകത്തിൻ്റെ അധികാരത്തിൽ അമർച്ച ചെയ്യുന്നു. ഈ ശബ്ദപരിധി യഹോവയ്ക്ക് വിശുദ്ധമാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായങ്ങളുള്ള അതിൻ്റെ 3-ലൊരു ഭാഗം, 21 അധ്യായത്തിൻ്റെ 3-ലൊരു ഭാഗം, 7 അധ്യായം മുഴുവൻ. ഇതാണ്ട് 236 വാക്യം, 879 വാക്യങ്ങളിൽ 236 വാക്യം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും കഷ്ടാനുഭവമാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയേക്കുന്നത്. അർത്ഥം 21 അധ്യായം എഴുതിയെങ്കിലും തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്. വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ രാത്രി നമുക്ക് ദൈവസല്ലായിരിക്കാം. സുവിശേഷം 4 സുവിശേഷം 1 ഉള്ളൂ. തീമോഥെയോസിന്റെ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്ന ഞങ്ങളുടെ സുവിശേഷം 1 ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നവനാണ് യേശു, ജനിച്ചു കഴിഞ്ഞ് ഉണ്ടായിരുന്നവനാണ് യേശു, മരിച്ചു കഴിഞ്ഞും ഉണ്ടായിരിക്കുന്നവനാണ് യേശു. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, യേശു ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നു, യേശു ജനിച്ചു കഴിഞ്ഞും ഉണ്ടായിരുന്നു, യേശു മരിച്ചു കഴിഞ്ഞും ഇന്ന് രാത്രി ഉണ്ട്. അങ്ങനെ ഒരാൾ ഉലകത്തിൽ നമ്മൾ ആരാധിക്കുന്ന യേശു അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ടാണ് അവൻ ആൽഫയും അവൻ ഒമേഗയുമായത്. പ്രൈസ് ദി ലോർഡ്. അവൻ ആരംഭമായിരുന്നു, അവൻ അവസാനമായിരുന്നു. അപ്പൊ ഈ 4 സുവിശേഷകര് ഒരു സുവിശേഷത്തെ 4 ആംഗിളിൽ നിന്നുകൊണ്ട് എഴുതി. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പ്രസംഗിച്ചത് ഇത് തന്നെയായിരിക്കും, മിനിഞ്ഞാൻ ഇത് തന്നെയായിരിക്കും. പക്ഷെ ഞങ്ങൾ 4 പേരും 4 ആംഗിളിൽ എന്ന് പറയുന്നത് കൊണ്ട് 4ആയിട്ട് തോന്നിയാലും വിഷയം ഒന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മത്തായി എന്ന സുവിശേഷകന്റെ താല്പര്യം യഹൂദന്മാരുടെ ബന്ധത്തിൽ അവരുടെ രാജാവിനെ എന്നേ തകർത്ത് കളഞ്ഞു. ഇപ്പൊ അവർക്ക് രാജാവില്ല. ഇപ്പൊ റോമൻ ഗവൺമെന്റിന്റെ അധീനതയിൽ, സാമ്രാജ്യത്തിന്റെ അധീനതയിൽ ഒരു കോളനി പോലെ ഗവർണർമാരായ പീലാത്തോസും ഹേരോദാവും ഭരിക്കുന്നതിൻ്റെ അണ്ടറിൽ കിടക്കുന്ന രാജാവില്ലാത്തൊരു ജാതിയാണ് യഹൂദൻ. അതുകൊണ്ട് അവർക്കൊരു രാജാവ് ഉണ്ടെന്ന് മത്തായി വെളിപ്പെടുത്തുക. പുള്ളി തുടങ്ങുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചോണ്ട്. അത് കേൾക്കുന്ന യഹൂദന് വലിയ ഇഷ്ടമാണ്, ഞങ്ങൾക്കൊരു രാജാവ് വരാൻ പോകും.
അധ്യായം അവസാനിക്കുമ്പോൾ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് മത്തായി എഴുതി, ഇതാ യഹൂദന്മാരുടെ രാജാവ്. എവിടെയെന്ന് ചോദിച്ച് ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിച്ച പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അന്ന് പ്രബലമായ 3 ഭാഷകളാണ്: എബ്രായ ഭാഷ, അരാമ്യ ഭാഷ, യവനായ ഭാഷ. 3 ഭാഷയിലും ക്രൂശിന്റെ മുകളിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. നമുക്കൊരു രാജാവുണ്ട്. അത് അരമനയിലെ അന്തഃപുരത്തിൽ ഉലാവുന്ന രാജാവല്ല. നമ്മുടെ രാജാവ് ക്രൂശേല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളോ ഈ കർത്താവിന്റെ ക്രൂശിൽ പ്രശംസിക്കുകയാണ്. കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തെ പ്രശംസിക്കുന്ന ഒരു ജാതി ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് നമ്മളാണ്. ഹല്ലേലൂയ. അടിച്ചു ക്രൂശിക്കാൻ ഉപയോഗിച്ച ക്രൂശിനെ ഉയർത്തുന്ന ഒരു ജാതി ഉണ്ടെങ്കിൽ അത് നമ്മൾ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മർക്കോസ് തികച്ചും വ്യത്യസ്തമായ ഒരു ആംഗിളിൽ യേശുവിനെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ സകല ഭാരങ്ങൾ ചുമക്കുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ യേശുവിനെ ഒരു ദാസനായി മർക്കോസ് ചൂണ്ടിക്കാണിക്കുക. പക്ഷെ ലൂക്കോസ് നല്ല വിദ്യാഭ്യാസമുള്ള, ലോകകാര്യങ്ങളിലും വൈദ്യശാസ്ത്രത്തിലും ഒരുപോലെ അലക്സാണ്ട്രിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 ഡോക്ടറേറ്റ് എടുത്ത ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഏക മനുഷ്യൻ വൈദ്യനായ ലൂക്കോസ്. ലൂക്കോസ് ആരെങ്കിലും എഴുതുന്നത് പോലെ ഒന്നും എഴുതത്തില്ല. ലൂക്കോസ് വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലെ തിരുപ്പിറവി തൊട്ട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ വിശദമായിട്ട് എഴുതിയ ലൂക്കോസ് യേശുവിനെ ഒരു തികഞ്ഞ മനുഷ്യനായി. ഈ ഉലകത്തിൽ ഒരാൾ മാത്രമേ പൂർണ്ണ മനുഷ്യനായിരുന്നുള്ളൂ. ഒരല്ലിയ പറയണം. പാരീസിന്റെ തെരുവിൽ കൂടെ ശക്തനായ ഒരു സയന്റിസ്റ്റ് നട്ടുച്ച നേരത്ത് സൂര്യൻ കത്തിയെരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് തലേ വെച്ചുകൊണ്ട് പാരീസിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നടന്നപ്പോൾ നാട്ടുകാർ ചോദിച്ചല്ലയോ മനുനായ മനുഷ്യ, നിങ്ങളെന്താ നട്ടുച്ചയ്ക്ക് ഒരു ഭ്രാന്തനെ പോലെ വിളക്ക് കത്തിച്ച് നടക്കുന്നേ? അയാൾ ചിരിച്ചോണ്ട് പറഞ്ഞു, ഭ്രാന്തൊന്നുമില്ല, ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുന്നു. അവർ ചോദിച്ചു, ഞങ്ങളാരും മനുഷ്യരല്ലേ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മനുഷ്യരാ, പക്ഷെ പൂർണ്ണരല്ല. ഞാൻ പൂർണ്ണനായ ഒരു മനുഷ്യനെ അന്വേഷിക്കുക. പൂർണ്ണനായ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. 33.5 വർഷമേ ജീവിച്ചുള്ളൂ. ആ മനുഷ്യനെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പീലാത്തോസ് ചൂണ്ടിക്കളഞ്ഞ് പറഞ്ഞു, ആ മനുഷ്യൻ ഇതാ. ഒരു ഹല്ലേലൂയ പറയണം. ലോകമേ നീ അന്വേഷിച്ച ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അത് യേശു മാത്രമാ. ഒരു ഹല്ലേലൂയ പറയണം. എന്നാൽ ഇവരെന്നെല്ലാം വ്യത്യസ്തമായി യോഹന്നാൻ എന്ന എഴുത്തുകാരൻ, യേശുവിൻ്റെ അമ്മ മറിയുടെ സഹോദരി പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന, ഇടിമക്കൾ എന്ന് വിളിക്കുന്ന, സെബദി പുത്രന്മാർ എന്ന് വിളിക്കുന്നതിലെ യോഹന്നാൻ യേശുവിനെ കുറിച്ച് എഴുതുമ്പോൾ 33.5 വയസ്സിനകത്തുനിന്ന് ഒരു 3.5 വർഷത്തെ കാര്യം മാത്രം അടർത്തിയെടുത്തിട്ട് ആ 3.5 വർഷത്തിനകത്തുനിന്ന് ഒരു 12 ദിവസത്തെ കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തിയ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ഇനി ഒരു ഹല്ലേലൂയ പറയണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, 33.5 വർഷത്തെ ചരിത്രത്തിൽ തൻ്റെ ഐകിക ശുശ്രൂഷയുടെ കാലഘട്ടമായ 3.5 വർഷത്തിൽ നിന്ന് ഒരു 12 ദിവസത്തെ കാര്യങ്ങൾ മാത്രം അടർത്തിയെടുത്ത് യോഹന്നാൻ എഴുതിയ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. യേശുവിനേക്കാളും 6 മാസം പ്രായക്കൂടുതലുള്ള യോഹന്നാൻ സ്നാപകൻ, 6 മാസം പ്രായക്കൂടുതലുള്ള യോഹന്നാൻ സ്നാപകൻ എന്ന ധന്യനായ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ താൻ പറയുന്ന കാര്യം, യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഒന്നറിയുന്നത് നല്ലതാണ്. സെക്കരിയാവെന്ന എലിസബത്ത് എന്ന ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് ആശീർവദിക്കുമ്പോൾ വാസ്തവത്തിൽ പറയാൻ കൊള്ളാവുന്ന 2 പേര്, അവർ 2 മറ്റൊന്നും ഞാൻ ഇതിലല്ല. ഞാനും അബ്രഹാമിനെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമെങ്കിലും പറയാൻ കൊള്ളാവുന്ന ഒരാൾ സെക്കരിയാവും എലിസബത്തുമാണ്. അവരിരുവരും ദൈവസന്നിധിയിൽ
നീതിയുള്ളവരും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം വാർദ്ധക്യത്തിൽ പ്രാപിച്ച ഒരു ധന്യ കുടുംബമാണ് സെക്കരിയാവിൻ്റെ. രണ്ട് പുരോഹിത കുടുംബമാണ്. ലേവിയ പൗരോഹിത്യ കുടുംബത്തിൽ നിന്ന് കൂറിൻ്റെ ക്രമപ്രകാരം ശുശ്രൂഷ ഏറ്റെടുത്ത സെക്കരിയാവിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത മകനാണ് യോഹന്നാൻ. യോഹന്നാൻ ജനിക്കാൻ താമസിച്ചത് ഫിസിക്കലായിട്ടുള്ള സെക്കരിയാവിൻ്റെയോ എലിസബത്തിൻ്റെയോ ശാരീരിക കുഴപ്പം കൊണ്ടല്ല. ഒരു ഹല്ലേലൂയ പറയണം. ഇനി അവരെ കൊണ്ട് നമ്മുടെ ന്യൂ ലൈഫിലോ അല്ലെ വേറെ ലൈഫിലോ കൊണ്ട് കാണിച്ചാലും പിള്ളേരുണ്ടാകത്തില്ല. തെറ്റിദ്ധരിക്കല്ല. പിള്ളേരുണ്ടാകണമെങ്കിൽ യോഹന്നാൻ ജനിച്ച 6 മാസത്തിനകത്ത് യേശു ജനിക്കണം. യേശു ഇവർ ചികിത്സയ്ക്ക് പോയെന്ന് പറഞ്ഞ് ജനിക്കാനൊക്കത്തില്ല. കാലത്തിൻ്റെ സമ്പൂർണ്ണതയിലെ ജനിക്കാനൊക്കും. പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ പോലെ ജനിക്കണം. അപ്പൊ യേശുവിന് വഴികാട്ടിയായി പിറക്കേണ്ട യോഹന്നാൻ സെക്കരിയാവിന് വേണ്ടി പിറക്കണമെങ്കിലും യേശുവിൻ്റെ സമയമാകുന്നതിന് 6 മാസം മുമ്പേ അവൻ ഉദരത്തിലാകാവൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? നിന്റെ മറുപടി താമസിക്കുന്നത് നിന്റെ ബലഹീനത കൊണ്ട് തന്നെയാണ് ധരിക്കരുത്. അതിൻ്റെ പുറകിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ഏത് മറുപടിയുടെ പുറകിലും പ്രൈസ് ദി ലോർഡ്. അപ്പോ വയറ്റി വെച്ച ആത്മാവിലായ ഉലകത്തിലെ മനുഷ്യൻ യോഹന്നാൻ സ്നാപകനാണ്. നമ്മൾ കരയ്ക്ക് വെച്ച് പോലും ആകുന്നില്ലല്ലോ. വയറ്റി കിടക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ഉദരത്തിലോട്ട് അങ്ങോട്ട് ഉരുവാകുന്നതേ ഉള്ളൂ. കൃപ ലഭിച്ച മറിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് ഒരു വന്ദനം. ഇത് കേട്ടപ്പോൾ പ്രതിവന്ദനം പറയുന്നതിന് മുമ്പ് തന്നെ 6 മാസം വയറ്റി കിടക്കുന്ന യോഹന്നാൻ അവിടെ കിടന്ന് ആത്മാവിലായി. ആത്മാവിലാകാൻ കാരണം എൻ്റെ കൈകൊണ്ട് സ്നാനപ്പെടുത്തവൻ്റെ അമ്മയാ മുന്നേ നിൽക്കുന്നത്. ഇവൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നവനാണ് ഈ വയറ്റിൽ കിടക്കുന്നത്. ഒരു ഹല്ലേലൂയ പറയണം. ആത്മാവിൽ കണ്ടിട്ട് അവിടെ കിടന്നവൻ ആത്മാവിലായെങ്കിൽ ഇന്ന് രാത്രി അകത്ത് യേശു ജനിച്ച മുഴുവൻ പേരും അകത്തൊരു തുടിപ്പ് ഇന്ന് രാത്രി ഉണ്ടാകണം. ആരിലും പറഞ്ഞാരാധിക്കുകയല്ല. ഇന്ന് രാത്രി യേശുവിൻ്റെ സാമീപ്യം അനുഭവിച്ചാൽ പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ സാമീപ്യം അനുഭവിച്ച യോഹന്നാൻ വയറ്റി കിടന്നുകൊണ്ട് ആത്മാവിലായി. യേശുവിന് വഴി ഒരുക്കിയത് യോഹന്നാനാണ്. അവൻ്റെ അടുക്ക് എല്ലാവരും പറഞ്ഞു ചോദിച്ചു, നീയാണോ വരാനുള്ള ദൈവം? ഞങ്ങൾ കാത്തിരിക്കുന്ന രാജാവ് നീയാണോ? നമ്മളാരിലും അറിഞ്ഞ തലയൊക്കെ ചൊറിഞ്ഞ് അതിപ്പോൾ ഞാനായിട്ടെങ്ങനെ നിങ്ങളോട് പറയുന്നത്? നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ പോരെ. ഹലോ, നമ്മളൊന്നും അല്ലാതായിട്ടും ഏതാണ്ടൊക്കെ ആണെന്നല്ലേ നമ്മൾ ഭാവിക്കുന്നത്. അയ്യോ, ചിലരുടെ നടപ്പും ചിലരുടെ ഇരിപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ധാരണ ഇവനാണ് സാക്ഷാൽ യേശു എന്ന് തോന്നി. ഹല്ലേലൂയ. വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക കേട്ടോ, അവനൊന്നുമല്ല. ഇപ്പൊ യോഹന്നാനോട് ചോദിച്ചു, നീയാണോ വരാനുള്ളവൻ? യോഹന്നാൻ പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും ചോദിക്കരുത്, ഞാൻ വെറും ഒരു ശബ്ദം. സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി പീസിച്ചെറിയാൻ ഒന്നുമല്ല, വെറും ഒരു ശബ്ദം. ഈ രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഞരമ്പ് വലിച്ച പരിപാടി തീർന്നു. ഇവർ പിടിച്ച് കസാറയിരുത്തും. എന്നെ ബഹുമാനിക്കുന്ന എൻ്റെ പേഴ്സണാലിറ്റി മുടിയും കണ്ടല്ല, ഈ ശബ്ദമുള്ളത് കൊണ്ട്. ഒരു സ്വത്രം പറയണം. ശബ്ദം തീർന്നാൽ നീ പിന്നെ ഒന്നുമല്ല കേട്ടോ. ഇന്ന് രാത്രി ദൈവം തന്ന ശബ്ദം ഓർത്ത് ദൈവത്തെ പരമാർത്ഥയോടെ സ്തുതിച്ചേ. നീ ദൈവത്തിൻ്റെ ശബ്ദമാ. ഹല്ലേലൂയ. അപ്പൊ അവൻ മരുഭൂമിയിലെ ശബ്ദമായിരുന്നു, വഴിയൊരുക്കുന്നവനായിരുന്നു. തീർന്നില്ല. യേശു പറഞ്ഞു അവൻ സത്യത്തിന് സാക്ഷി നിന്നവനാ. യോഹന്നാൻ ആരാണ്? നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 5:33. അവൻ സത്യത്തിന് സാക്ഷി നിന്നവനാ. തീർന്നില്ല. യേശു പറഞ്ഞു അവൻ കത്തി ജ്വലിച്ചു പ്രകാശിച്ച വിളക്കായിരുന്നു. ആരായിരുന്നു എന്ന് പറഞ്ഞേ? എൻ്റെ കൂടെ പറപ്പേ. ഒരു ദിവസമേ ജീവിക്കാവത്തുള്ളേരും ജ്വലിച്ചു പ്രകാശിക്കണം. നീ ആങ്ങി തൂങ്ങി ചമ്പക്കച്ചവടം ചെയ്ത് നഷ്ടം വന്ന കച്ചവടക്കാരനെ പോലെ
7 പെണ്ണ് പറ്റ അമ്മാമ്മയുടെ കൂട്ട് പെരയ്ക്ക് ആലയത്തിൽ വന്നിങ്ങനെ തൂങ്ങിയിരിക്കല്ലേ, നീരതി മുഖത്ത് സന്തോഷം ഉണ്ടാകണം. നല്ല അല്ലെ പറഞ്ഞേ, കത്തി ജ്വലിച്ച് പ്രകാശിക്കുന്ന അകത്ത് അപ്രകാശം ഇന്ന് രാത്രി. സന്തോഷമുള്ളവര് ദൈവത്തെ ആരാധിച്ച്. യോഹന്നാൻ കത്തി ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. ഹല്ലേലൂയ. തീർന്നില്ല. യേശു പറഞ്ഞു വരുവാനുള്ള ഏലിയാവെന്ന് പറഞ്ഞില്ലേ, അതിവനായിരുന്നു. ഓ ഹല്ലേലൂയ പറഞ്ഞേ. വരാനുള്ള ഏലിയാവാണ് യോഹന്നാനെന്ന് യേശു പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. മത്തായി 11:12. സ്വർഗം തുറക്കുന്നതും പരിശുദ്ധാത്മാവ് ആളത്തമായി പ്രാവ് പോലെ ഇറങ്ങുന്നതും ദൈവം സംസാരിക്കുന്നതും സ്വന്തം കാതുകൊണ്ട് കേട്ട ഭാഗ്യവാൻ. അഖിലാണ്ടത്തിന്റെ വീണ്ടെടുപ്പുകാരനെ സ്വന്തം കൈകൊണ്ട് സ്നാനപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയവൻ. ഓ, ഞാൻ ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. യോഹന്നാനെ പോലൊരു വലിയ മനുഷ്യൻ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയ പുത്രനെന്ന സ്വർഗത്തിന്റെ പ്രഖ്യാപനം ലോകത്തിന്റെ മുമ്പിൽ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യനാ യോഹന്നാൻ സ്നാപകൻ. ഓ, യേശുവിനെ കണ്ടപ്പോൾ പറയുകയാണ്, ഇവൻ വളരണം, ഇവൻ പരിചയപ്പെടുത്തി ഞാൻ കുറയണം. ഇന്ന് നമ്മുടെ ആഗ്രഹം ഞാൻ വളരണം. മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ പറഞ്ഞു അവൻ വളരണം. ഹേരോദാവ് പറഞ്ഞു വളർത്തത്തില്ല, ഞാനാണ് ഭരണാധികാരിയെങ്കിൽ കൊല്ലും. സ്വർഗം പറഞ്ഞു ഞാനാ ജനിപ്പിച്ചെങ്കിൽ വളർത്തും. സ്തോത്രം. ഈ രാത്രി പറയണം, എടാ സാമ്രാജ്യം മൊത്തം നിന്നെ കൊല്ലാൻ നോക്കിയാലും തമ്പുരാനാണ് ജനിപ്പിച്ചതെങ്കിൽ നിന്നെ വളർത്തുന്ന ചുമതല ദൈവത്തിൻ്റെയാ. ഏറ്റെടുക്കുന്ന അഭിഷക്തന്മാർ ദൈവത്തെ സ്തുതിച്ചോണം. നിർത്തത്തില്ലെന്നും വളർത്തത്തില്ലെന്നും ശുശ്രൂഷിപ്പിക്കത്തില്ലെന്നും വാദിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി സ്വർഗമാണ് അഭിഷേകം തന്നതെങ്കിൽ ദൈവം നിന്നെ വളർത്തുമെന്ന് ഉറപ്പുള്ളവര് ഹല്ലേലൂയ, ഹല്ലേലൂയ. നാട്ടുകാരെല്ലാം പ്രശംസിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നെ, ആ വരുന്ന മനുഷ്യന്റെ കാലിലെ ചെരുപ്പ് കുനിഞ്ഞഴിക്കാൻ ഞാൻ ആരല്ല. സ്വതന്ത്രം പറയണം. തൻ്റെ അയോഗ്യത പരസ്യമായി പറയാൻ മടിയില്ലാത്തവൻ, എൻ്റെ ക്വാളിറ്റി കൊണ്ടൊന്നും ഞാൻ ആയതല്ല, അവൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. രാത്രി സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അയോഗ്യതയുള്ള നിന്നെ യോഗ്യനാക്കി തീർത്തതോർത്ത്. ഓ, ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമല്ല, മണവാളന്റെ സ്വരം കേട്ട സന്തോഷം അനുഭവിച്ചവൻ. മണവാളന്റെ സ്വരം കേട്ട് സന്തോഷിച്ചവൻ അവനാണ് യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഏറ്റവും സന്തോഷം, യേശു വന്നപ്പോൾ വഴി മാറിക്കൊടുത്തു. നമ്മളറിഞ്ഞ് പറഞ്ഞതിന് നമുക്കൊരു തിരഞ്ഞെടുപ്പ് വെക്കാം. വോട്ട് ആർക്കാ കൂടുതൽ കിട്ടുന്നത് അറിഞ്ഞിട്ട്, യേശുവിനാണെങ്കിൽ അവനാകട്ടെ, അല്ലെങ്കിൽ ഞാൻ തുടരും. ഹലോ, ഇനി വോട്ട് ചെയ്യാൻ വൈകുന്ന നിലവിലുള്ളവരെ ഞാൻ സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് ഞാൻ നമ്മളൊന്നും മിണ്ടുന്നില്ല. യോഹന്നാൻ ഇലക്ഷനും പോയില്ല, സസ്പെൻഡും ചെയ്തില്ല, ഡിസ്മിസും ചെയ്തില്ല, മാറിക്കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വരണ്ടിയവൻ വന്നാൽ പിന്നെ നീ മാറിക്കോണം. യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയപ്പോൾ കൂടെ നിന്ന ശിഷ്യന്മാർ എക്സിക്യൂട്ടീവ് 2 പേര്, അന്ത്രയോസും യോഹന്നാനും യേശുവിൻ്റെ പുറകെ പോയി. യേശുവിൻ്റെ പുറകെ പോയപ്പോൾ അടുത്ത സ്റ്റേജിൽ കയറി നന്ദിയില്ലാത്തവന്മാര്, മീനും പിടിച്ച് നടന്നവന്മാരാ. ഞാൻ എൻ്റെ കൂടെ കൊണ്ടുനടന്ന് സങ്കീർത്തനം ആദ്യം വായിപ്പിച്ചു, പിന്നെ പ്രാർത്ഥിക്കാൻ കൊടുത്തു, പിന്നെ 10 മിനിറ്റ് പ്രബോധിപ്പിക്കാൻ കൊടുത്തു. ഇപ്പോൾ അവന്മാരെ പാസ്സാക്കിയപ്പോൾ യേശു വന്ന പുറകെ പോയെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയില്ല, ഒന്നും മിണ്ടുന്നില്ല. എടാ, നീ ആരായാലും യേശുവിനെ പരിചയപ്പെടുത്തുക. യേശുവിനെ പരിചയപ്പെടുത്താൻ അവർ യേശുവിൻ്റെ പുറകെ പോട്ടെ, പിന്നെ നിന്റെ പുറകെ വരേണ്ട കാര്യമില്ല. നിന്റെ ആകെ ജോലി യേശുവിൻ്റെ പുറകെ പോകാൻ ആളിനെ ഒരുക്കുക. ഒരു നല്ല ഹല്ലേലൂയ രാത്രി പറഞ്ഞേരെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അപ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ത്രയോസും യോഹന്നാനും പുറകെ പോയി. ആ രാത്രി കൂടെ പാർത്തു. ഒരു ഹല്ലേലൂയ പറയണം. ഇന്നലെ വരെ യോഹന്നാൻ സ്നാപകൻ്റെ കൂടെ പാർത്ത 2 പേര് ആ രാത്രി യേശുവിൻ്റെ കൂടെ നേരം എടുത്തപ്പോൾ ഉപജീവന ചിന്തകളും ഭാരമൊക്കെ ഉണ്ട്. അന്ത്രയോസ് നേരെ
പത്രോസ് മീൻ പിടിക്കുന്ന കടവിലേക്ക് പോയി. യോഹന്നാൻ പോയില്ല. യോഹന്നാൻ ആ കൂടങ്ങിരുന്നു. അന്ത്രയോസൂടെ പോയപ്പോൾ ആ മാർവിട അങ്ങ് ചാരി, അത് കാൽവരുടെ ചവിട്ടി വരെ അങ്ങ് തുടർന്നു. ഒരല്ലേലിയ പറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കൂടെ പാർക്കാൻ അവസരം കിട്ടിയാൽ ഈ രാത്രി നീ കൂടെ പാർത്തോണം കേട്ടോ. പുലരുന്നത് വരെ മാത്രമല്ല, നിന്നെ ദൈവം ഉപയോഗിക്കുന്നത് വരെ സന്തോഷമുള്ള ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് ഈ യോഹന്നാൻ എന്ന എഴുത്തുകാരന് ഭയങ്കര ഭാഗ്യമുണ്ടായി. യേശുവിൻ്റെ എല്ലാ രൂപങ്ങളും കണ്ട ഉലകത്തിലെ ഏക മനുഷ്യൻ സുവിശേഷം എഴുതിയ യോഹന്നാനാ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ. യേശുവിൻ്റെ ബാല്യകാലം മറിയയുടെ സഹോദരീ പുത്രൻ എന്ന നിലയിൽ യോഹന്നാൻ അറിയാം. സ്നാനപ്പെട്ട് കഴിഞ്ഞുള്ള യേശുവിനെ യോഹന്നാൻ അറിയാം. അഭിഷേക ശക്തിയോടെ വന്ന് ശുശ്രൂഷ ആരംഭിച്ച സമയം മുതലുള്ള യേശുവിനെ യോഹന്നാൻ അറിയാം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന, പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന, കാറ്റും കടലിൽ സാഹസിക്കുന്ന, ഭൂതഗ്രസ്തനെ വിടുവിക്കുന്ന യേശുവിനെ യോഹന്നാന് അറിയാം. മറുരൂപമലയിൽ തേജസ് വാരി ചുറ്റി ഈ ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത യേശുവിനെ യോഹന്നാൻ അറിയാം. മരണത്തെ ജയിച്ചു കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ യോഹന്നാൻ അറിയാം. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ആകർഷിക്കത്തക്ക യാതൊരു സൗന്ദര്യമില്ലാതെ ക്രൂശിൽ കിടന്ന യേശുവിനെ യോഹന്നാൻ അറിയാം. ഒരല്ലേലൂയ പറയണം. തീർന്നില്ല. ഡൊമിനീഷ്യൻ എന്ന ക്രൂരനായ ഭരണാധികാരി 25 പരം വർഷങ്ങൾ എപ്പസോസ് എന്ന പൗലോസിനാൽ സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന യോഹന്നാനെ തിളപ്പിച്ചെണ്ണ മുക്കി, മാരക വിഷം കുടിപ്പിച്ചു. ചാകുന്നില്ല എന്ന് കണ്ടപ്പോൾ തടവുകാരെ കൊണ്ടുപോയി നാടുകടത്തുന്ന പത്മോസ് എന്ന ഈജിയൻ കടലിടുക്കിൽ ഏഷ്യ മൈനറിലെ കൊടിയ തണുപ്പുള്ള വിഷപ്പാമ്പുകളുള്ള, അഗ്നിസർപ്പങ്ങളുള്ള, തേളുള്ള, മാംസ കൊത്തി വലിക്കുന്ന കഴുകന്മാരുള്ള പത്മോസിലെറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് ഇനിയും വരാൻ പോകുന്ന മഹത്വപൂർണനായ യേശുവിനെ കണ്ടു. ഒരല്ലേലൂയ പറയണം. ഉലകത്തിൽ മഹത്വപൂർണനായ യേശുവിനെ ഒരാളെ കണ്ടിട്ടുള്ളൂ, അത് യോഹന്നാൻ. ഒരല്ലേലൂയ പറയണം. ഇന്ന് രാത്രിയിലെ നിന്റെ ഒറ്റപ്പെടൽ, നിന്റെ കഷ്ടത, നിന്റെ നാടുകടത്തൽ നിന്നെ തകർക്കാനല്ല. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യേശുവിനെ ഇന്ന് രാത്രി കാണാനാന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹത്വപൂർണനായ യേശുവിനെ. ഹല്ലേലൂയ. ഇപ്പം കണ്ട യേശു ആരാന്നറിയാമോ? മുഖം സൂര്യനെ വെല്ലുന്ന ശോഭ. 1 കോടി സൂര്യൻ ഉദിച്ചാൽ ഈ ശോഭ വരത്തില്ല. അതുകൊണ്ടല്ലേ നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിയറിഞ്ഞ് നിൽക്കുമ്പോൾ ഈ സൂര്യന്റെ ശോഭ എന്നൊരു ചെറിയ മിന്നൽ നമ്മുടെ ശൗലിന്റെ കണ്ണിലടിച്ചു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയി. അതാ ഈ ശോഭ. നോക്കാനൊക്കത്തില്ല. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ പുള്ളി തപ്പിപ്പിടിച്ചാ നടന്നത്. അതാ അവന്റെ ശോഭ. പ്രൈസ് ദി ലോർഡ്. നീതിസൂരനായ കർത്താവിന്റെ ശോഭ. ഇത്ര ശോഭയുള്ള മുഖം, ഹിമത്തെ കാട്ടി വെണ്മയുള്ള മുടി, നിലയങ്കി ധരിച്ച് മാറത്തൊരു പൊൻകച്ച കെട്ടി, ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവനായി, 7 പൊന്നക്ഷത്രങ്ങൾ കരങ്ങളിൽ വഹിച്ച് 7 നിലവിളക്കിന് നടുവിൽ ഉലാവി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിനാദം പോലെ, പുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്വരമുള്ള. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നീ ആ സ്വരം ഒന്നറിഞ്ഞ് സ്തുതിക്കണം കേട്ടോ. പുരുഷാരത്തിന്റെ ഘോഷം പോലെ. 2000 വർഷങ്ങൾക്ക് മുമ്പാണ് പത്മോസിൽ മഹത്വപൂർണ്ണ യേശു വെളിപ്പെട്ടത്. ആ വെളിപ്പെട്ടപ്പോൾ ആ പാറയ്ക്കുണ്ടായ ചൂട്, ഈ അടുത്ത ദിവസങ്ങൾ അവിടെ പോയിട്ട് വന്നവരും പറഞ്ഞ് ആ പാറയിൽ ഇപ്പോഴും ആ ചൂട് നിൽക്കുക.
അയ്യോ, -ഡിഗ്രി തണുപ്പുള്ള ആ ദ്വീപിനകത്ത് ഇപ്പോഴും ആ സാന്നിധ്യം ഇറങ്ങിയ എന്ന് പറഞ്ഞ കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായ ആ സ്ഥലത്തെ പാറയുടെ ചൂട് ഇപ്പോഴും, അതല്ലയോ അവന്റെ ചൂടിന്റെ ഗുണം. ഇന്ന് രാത്രി ആ ചൂട് ഇവിടെ അടിക്കുന്നുണ്ട്. നിന്റെ ദേഹത്തുള്ള സകല രോഗബീജങ്ങളെ കരിക്കാൻ കഴിയുന്ന, നിന്റെ കുടുംബത്തിന് വിരോധമായി വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തകർക്കാൻ കഴിയുന്ന ആ അഭിഷേകം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി. ഹല്ലേലൂയ. അവൻ മഹത്വപൂർണനായ യേശുവിനെ കണ്ടു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയുടെ 7 കാലഘട്ടങ്ങൾ കണ്ടു. എല്ലാവരും ഇവിടെ ഉണ്ടോ? എന്താ 7 കാലഘട്ടം? ഒന്നാമത്തെ കാലഘട്ടം സഭയുടെ നടുക്കാരുണ്ട്, യേശുവുണ്ട്. 7-ാമത്തെ കാലഘട്ടം വാതിൽക്ക് നിന്ന് മുട്ടുക. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ സഭയുടെ അല്ല, സഭയുമായിട്ടുള്ള ബന്ധം വിട്ടെന്ന് എഴുതിയേക്കുന്നത്. എന്നോട് തെറ്റിദ്ധരിക്കല്ലേ, വ്യക്തിപരമായ ഇടപെടലായി. ആരെങ്കിലും ഒരുത്തൻ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനും ഞാനും തമ്മിൽ അത്താഴം കഴിക്കും. എന്നെ കാര്യം അറിയാമോ? സഭ രാഷ്ട്രീയവൽക്കരിച്ചു, സഭ സാമ്പത്തികവൽക്കരിച്ചു, സഭ വ്യവസായ മണ്ഡലമായി മാറി, പണക്കാരുടെ അധീനതയിലായി. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ നിങ്ങളുടെ അന്തരീക്ഷം കളയുന്നില്ല, ശ്രദ്ധിച്ചേ. യോഹന്നാൻ മഹത്വപൂർണനായ ക്രിസ്തുവിനെ കണ്ടു. യോഹന്നാൻ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ രക്തത്താൽ തെരഞ്ഞെടുത്ത സഭയുടെ 7 കാലഘട്ടം കണ്ടു. സഭയുടെ സ്വർഗീയ ആരാധന കണ്ടു. ഇവിടെ കയറി വരിക എന്ന് പറയുന്ന 4-ാം അധ്യായത്തിൽ തുറക്കപ്പെടുന്ന സ്വർഗത്തിൽ 24 മൂപ്പന്മാരുടെ നടുവിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ നിൽക്കുന്ന യേശുവിനെ സകലരും ഒരുമിച്ച് നെടുമ്പാട് വീണ കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന സ്വർഗത്തിലെ ആരാധന കണ്ടു. അടുത്തത് സഭയ്ക്കെതിരായി നിൽക്കുന്ന എതിർ ക്രിസ്തുവിനെ കണ്ടു. അടുത്തത് ഇനി മേലാൽ സഭയ്ക്ക് സംഭവിക്കാനുള്ളത് കണ്ടു. കാന്തയായ മണവാട്ടിയെയും സ്വർഗീയ യെരൂശലേമിനെയും കണ്ടു. സഭയുടെ ഭാവിയും നിത്യതയും കണ്ടു. നിന്നെ പത്മോസിൽ കൊണ്ടിട്ടത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് കാണിക്കാനാ. ഈ രാത്രിയിൽ പത്മോസിന്റെ അനുഭവത്തിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, തകർക്കാനല്ല, നിന്നെ ഇന്ന് രാത്രിയിൽ ദൈവം മറ്റൊരു നിലയിൽ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. അപ്പൊ ആ യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. മറ്റെല്ലാ പുസ്തകങ്ങളും എഴുതി കഴിഞ്ഞാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. ഏറ്റവും ഒടുവിൽ സ്വാഭാവിക മരണം മരിച്ചയാളും ഏറ്റവും പ്രായം ചെന്ന് മരിച്ച ശിഷ്യനും യോഹന്നാനാണ്. സ്തോത്രം. ഏകദേശം 100 വയസ്സിന് മുകളിൽ ജീവിച്ചിരുന്ന, ദൈവകൃപയുണ്ടായിരുന്ന വിശ്വാസി മക്കളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ട് യേശുവിൻ്റെ സ്നേഹത്തെ പ്രകടമാക്കിയ യോഹന്നാൻ എഴുതിയ സുവിശേഷം മറ്റ് ഇതര സുവിശേഷകന്മാരെഴുതിയ ഒരു കാര്യങ്ങളും യോഹന്നാൻ എഴുതിയില്ല. എന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ തിരുപ്പിറവി യോഹന്നാൻ എഴുതിയില്ല. ജനിച്ചു കഴിഞ്ഞ് യേശുവിനെ കൊല്ലാൻ ഹേരോദാവ് പ്ലാനിട്ടപ്പോൾ യോസഫും മറിയയും കൂടി യേശുവുമായി ഈജിപ്തിലേക്ക് പോയത്, മിസ്രൈമിലേക്ക് പോയത് എഴുതിയില്ല. മിസ്രൈമിൽ പോകേണ്ടത് പ്രവചനമാണ്. അവൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്ന വാക്യം നിവർത്തിക്കണമെങ്കിൽ മിസ്രൈമിൽ പോകണം. അപ്പം ആ കാര്യം യോഹന്നാൻ എഴുതിയില്ല. പ്രൈസ് ദി ലോർഡ്. അതേപോലെ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയതും പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നടുവിൽ പുരോഹിതന്മാരുടെ ന്യായപ്രമാണം പറഞ്ഞതും യോഹന്നാൻ എഴുതിയില്ല. 8-ാം നാളിലെ പരിച്ഛേദന കാര്യം യോഹന്നാൻ എഴുതിയില്ല. 40-ാമത്തെ ദിവസം ശുദ്ധീകരണത്തിനായി ആലയത്തിൽ കൊണ്ടുപോയപ്പോൾ ശീമോൻ കയ്യിലെടുത്ത് ദൈവത്തെ വാഴ്ത്തിയ കാര്യം യോഹന്നാൻ എഴുതിയില്ല. തിരിച്ച് നസ്രയത്തിൽ വന്ന് പാർത്ത കാര്യം യോഹന്നാൻ എഴുതിയില്ല. മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ച് സാത്താനാൽ ജയം പ്രാപിച്ച കാര്യം യോഹന്നാൻ എഴുതിയില്ല. 3.5 വർഷത്തിലെ
ഏതാണ്ട് 12 ദിവസത്തെ കാര്യം മാത്രം രേഖപ്പെടുത്തി. ഉപമകളൊന്നും യോഹന്നാൻ എഴുതിയില്ല. ഒരല്ലേ പറയണം. നിങ്ങളിനി വായിക്കുമ്പോൾ കുറേ കാര്യം ഗ്രഹിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു മുഖവര പറഞ്ഞതേ ഉള്ളൂ. ഒരു ഉപമയും ആരെഴുതിയില്ല? യോഹന്നാൻ എഴുതിയില്ല. അടയാളങ്ങളിൽ 8 എണ്ണം മാത്രം. അടയാളങ്ങളിൽ 7 എണ്ണം യേശു ജീവിച്ചിരുന്നപ്പോൾ ചെയ്തത്. 8ാമത്തേത് മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷം തിബരിയാസിന്റെ കടൽക്കരയിൽ വെച്ച് ചെയ്തതുമായ 8 അടയാളങ്ങൾ. മറ്റേ പുസ്തകങ്ങളെല്ലാം അത്ഭുതങ്ങൾ എഴുതിയപ്പോൾ യോഹന്നാൻ ഒരത്ഭുതവും എഴുതിയില്ല. പ്രൈസ് ദി ലോർഡ്. അവരാരും എഴുതാത്ത കുറെ കാര്യങ്ങൾ യോഹന്നാൻ എഴുതി. ശമരിയക്കാരുടെ കാര്യം വേറൊരു പുസ്തകത്തിലുമില്ല. ലാസർ ഉയർത്തെഴുന്നേറ്റ കാര്യം വേറൊരു പുസ്തകത്തിലുമില്ല. ബെഥസ്ദാക്കുളത്തിന് കരയിൽ കിടന്നവൻ്റെ കാര്യം വേറൊരു പുസ്തകത്തിലുമില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കാനാവിലെ കല്യാണിലെ പച്ചവെള്ളം വീഞ്ഞാക്കിയ കാര്യം വേറൊരു പുസ്തകമില്ല. മറ്റാരും എഴുതാതെ ആത്മാവ് അവരെ കൊണ്ട് മറപ്പിച്ചതും യോഹന്നാനെ കൊണ്ട് മാത്രം എഴുതിപ്പിച്ചതുമായ 8 അടയാളങ്ങൾ. ഒരു ഹല്ലേലൂയ പറയണം. ഇത് എഴുതിയത് യേശു തന്നെ ദൈവം എന്ന് വായിക്കുന്നവർക്ക് ബോധ്യം. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നത് ദാസനായ യേശുവിനെ അല്ല, രാജാവായ യേശുവിനെ അല്ല, മനുഷ്യനായ യേശുവിനെ അല്ല, സാക്ഷാൽ ദൈവമായ യേശുവിനെ വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ച് സഹായിക്കണം. 1-ാം അധ്യായം 1 മുതൽ 5 വരെ വേഗത്തിൽ വായിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഒന്ന് നിർത്തണേ. സകലവും അവൻ മുഖാന്തരം പറഞ്ഞെല്ലാരും. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഉളവാകും. ഞാൻ അവനെ പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാം ഉളവാക്കിയത് അവനാണെങ്കിൽ നിന്നിലും നിന്റെ തലമുറയിലും നിന്റെ കുടുംബത്തിലും ഇന്ന് രാത്രി വീണ്ടും ഉളവാക്കാൻ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം ചിലത് നിനക്ക് വേണ്ടി ഉളവാക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവര് അല്ലയ. ഉളവായതല്ല അവൻ മുഖാന്തരം ഉളവായെങ്കിൽ. വായിച്ചോ അഭിഷക്ത. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് രാത്രി എന്നെ ബഹുമാനായ ദേവദാസന് തുടർന്ന് ശുശ്രൂഷിക്കാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട PC ചെറിയാൻ പാസ്റ്റർ പ്രസംഗിക്കും, അദ്ദേഹത്തിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പ്രതികരിക്കുക? ഹലോ, അല്ല, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ വായിച്ചോ. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. നേരെ യോഗനാസ്നാപകനി പോവാ. അതാ ഞാൻ പറഞ്ഞേ 3.5 വർഷത്തെ ശുശ്രൂഷയിലെ കാര്യമുള്ളെന്ന്. 5 വാക്യം യേശു ആരാന്ന് പറഞ്ഞ് നേരെ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞ് പുസ്തകം മറ്റൊരാളിലേക്ക് തിരിക്കുക. നിങ്ങൾ എന്നോടൊന്ന് വരണേ, വായിച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് കുനിഞ്ഞിരിക്കുമ്പോൾ ഒരു ചെറിയ സിംറ്റം ഉണ്ടാകും, അറിയാതെ ഉറങ്ങിപ്പോകും. നിങ്ങളെല്ലാം കൂടെ ഉറങ്ങിയാൽ ഞാൻ ഉറങ്ങും. കാരണം ഞാൻ രാത്രി 3:30 തൃശ്ശൂർ ചാലാമ്പാടത്തെ കൺവെൻഷൻ കഴിഞ്ഞ് വന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഉറങ്ങരുത്. എല്ലാവരും ഒന്ന് എന്നെ നോക്കി സന്തോഷമായിട്ട് ചിരിച്ച്. കർത്താവിദാസൻ കൃത്യമായും സ്ഫുടമായും വാക്യം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും അത് എടുക്കണമെന്നില്ല. അദ്ദേഹം നല്ലപോലെ വായിച്ച് കേൾപ്പിക്കും. ശ്രദ്ധിച്ചേ. അവനിൽ ജീവനുണ്ടായിരുന്നു. ലോകത്തിന് എന്താ സംഭവിച്ചത്? മനുഷ്യർക്ക് എന്താ സംഭവിച്ചത്? തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞു.
തിന്ന നാളിൽ അവൻ മരിച്ചു. പിന്നെ 930 വർഷം അവൻ ജീവിച്ചു, അത് വേറെ കാര്യം. പക്ഷെ അവൻ്റെ ആത്മ മനുഷ്യൻ മരിച്ചുപോയി. സ്തോത്രം. അവനെ ചുറ്റിയ തേജസ് അഴിഞ്ഞു പോയി. അവൻ ലഭിച്ച അധികാരം നഷ്ടപ്പെട്ടു. ഏതിന് പുറത്തായി? ഒരല്ലിയെ പറയാം. ആ അധികാരം നഷ്ടപ്പെട്ട്, ജീവൻ നഷ്ടപ്പെട്ട്, മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കാൻ വന്ന യേശുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്. അവനിൽ ഒരല്ലിയെ പറയണം. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവനിൽ ജീവനുണ്ട്, ജീവനുണ്ട്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാകയാൽ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവന് ജീവനുണ്ട്. ഞാനുള്ള ജീവനാന്ന് വിശ്വസിക്കുന്നവര് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 17:5 വായിച്ചേ. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന, ഒന്നിൽ പറഞ്ഞു ആദിയിൽ ഈ വചനമുണ്ടായിരുന്നു. 17 പ്രാർത്ഥിച്ച് അവസാനിക്കാൻ പോകുമ്പോ പറയാണ് ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഒരല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ യോഹന്നാൻ എഴുതിയത് ആദിയിൽ എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പറഞ്ഞ ആദി അല്ല. ഉൽപ്പത്തിയിൽ പറഞ്ഞ ആദി തകർക്കപ്പെട്ടു പോയ, താണുപോയ, വീണുപോയ ഭൂമിയുടെ റീക്രിയേഷൻ, പുനഃസൃഷ്ടിപ്പിന്റെ ആദിയാണ്. സമയത്തിന്റെ ആദി, കാലത്തിന്റെ ആദി, സൃഷ്ടിപ്പിന്റെ ആദി. ഒരല്ലേലൂയ പറയാം. പക്ഷെ യോഹന്നാൻ പറഞ്ഞ ആദി അതല്ല. ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ ഇന്ന് കാണുന്ന എന്തെങ്കിലും രൂപപ്പെട്ടു വരുന്നതിന് മുമ്പേ, ഒന്നുമില്ലാതിരുന്നപ്പോൾ അവനുണ്ട്. ആദിയിൽ ഒരല്ലേലൂയ പറഞ്ഞേ. അതാ 90 സങ്കീർത്തനത്തിലെ മോശ പാടിയത്, നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാ. ഈ രാത്രി നീ പിടിച്ചിരിക്കുന്ന ഒരു സാധാരണ ദൈവത്തെ അല്ല, അനാദിയായും ശാശ്വതമായും വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണമേ. അനാദിയായും ശാശ്വതമായും അവൻ നമ്മുടെ ദൈവമാ. ഓ, പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ വാക്യം അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനെ കൊണ്ടുവന്നിട്ട് പിന്നെ 3.5 വർഷത്തെ ചരിത്രത്തെ ചുരുക്കമായി യോഹന്നാൻ അവതരിപ്പിക്കുമ്പോൾ രണ്ടാം അധ്യായത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ അടയാളം നടക്കുക. കാനാവിലെ കല്യാണം. അത് ഗലീലയിലെ കാനാവിലെ കല്യാണമാണ്. 2 കാനാവുണ്ട്. ഇത് ഗലീലയിലെ കാനാവിൽ. ഗലീലയിലെ കാനാവ് നസറത്തിലെ കാനാവിൽ. ഈ കാനാവിൽ നടന്ന കല്യാണം ഈ പുസ്തകം എഴുതിയ ആളിൻ്റെ ആണെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ആരുടെയെങ്കിലും ആകട്ടെ. ആ വീട്ടില് വീഞ്ഞ പോരായിക വന്നു. അതൊക്കെ ഒത്തിരി പറയേണ്ടതാണെങ്കിലും ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ കൂട്ട് കല്യാണം വെക്കുന്നു, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നു, കേറ്ററിംഗുകാരെ ബുക്ക് ചെയ്യുന്നു, നമ്മൾ കല്യാണം കഴിയുന്നു, എല്ലാവരും കൂടി ഇടിച്ച് കയറി ഷട്ടറും പൊക്കി അകത്ത് കയറി ഉള്ള ആഹാരം വലിച്ചു വാരി കഴിച്ച് ഉടുപ്പയിൽ വിട്ട് ദേഹത്ത് വിട്ട് അടുത്ത ദേഹത്ത് ഒഴിച്ചൊക്കെ ഒരു പരുവത്തിലാക്കിയിട്ട് പോകും. സ്തോത്രം. അയ്യോ, ഈ പരവേശമൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും നമ്മൾ ആദ്യമായിട്ട് ഫുഡ് കാണുവാണ്. അത് പോട്ടെ, എൻ്റെ വിഷയമല്ല. സ്തോത്രം. ഇത് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഹലോ, കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള ഒരു കാര്യമാണ് അതിഭക്ഷണത്താലും പറഞ്ഞ് ഉപജീവന ചിന്തകളാലും. ഇപ്പം അതിഭക്ഷണം എന്നുള്ളത് ഈ കാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചാലും തട്ടുകടയിൽ നിന്ന് പിന്നെ 2 ദോശ ഒരു ഓംലേറ്റും മേടിച്ച് കഴിക്കും. ഹലോ, വൈകിട്ട് വീട്ടിലോട്ട് പോവുകയാണെങ്കിലും അവിടെ കയറി ബംഗാളി ഉണ്ടാക്കി ഒരു ഉഴുന്നുവട ഒരു ചായ അടിക്കും. മനസ്സിലാകുന്നില്ലേ? ഇത് അതിഭക്ഷണം കഴിക്കുന്ന ഒരു ഈ രീതിയുടെ കാലഘട്ടം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ശ്രദ്ധിക്കണം. യഹൂദൻ അങ്ങനെയല്ല. ഇന്നത്തെ കൂട്ട് ബെൻസോ, ഓഡിയോ, BMW റേഞ്ച് റോവറോ ഒന്നുമില്ല.
വരണമെങ്കിൽ ഒന്നീ കഴുതയുടെ പുറത്ത് വരണം, ഇല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് വരണം. രണ്ടും ഇല്ലാത്ത നടന്ന് വരണം. സ്തോത്രം. അത് യഹൂദിയെന്ന് വരണം, ഗലീലയെന്ന് വരണം, ശമരിയെന്ന് വരണം. ഇവിടുന്ന് എല്ലാം കൂടെ ആൾ നടന്നൊക്കെ വരുമ്പോൾ ആഴ്ചകളും മാസങ്ങളും എടുക്കും. പക്ഷേ എന്ന് വന്നാലും വരുന്നവനെല്ലാം വീട്ടിൽ നിന്ന് ആഹാരമാണ്. കല്യാണ ദിവസം വരെ വരുന്നവർക്കെല്ലാം ആഹാരം കഴിക്കാം. അങ്ങനെ കഴിച്ച കൂട്ടത്തിൽ ഒരു ആഹാര പദാർത്ഥം കുറഞ്ഞു. യേശു അവിടെ വന്നു. മറിയ ചെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, എൻ്റെ നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, കിണറ്റി കിടക്കുന്ന വെള്ളം കോരിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പച്ചവെള്ളം വീഞ്ഞായി. അതൊന്നാമത്തെ അടയാളം. ഒന്നാമത്തെ വീഞ്ഞിരിക്കേണ്ട കലവറയിലാണ്. അത് യഹൂദൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ എപ്പോഴോ കലവറയ്ക്കകത്തിരിക്കുന്ന വിരുന്നുവാഴി അറിയാതെ, വീട്ടുടമസ്ഥനറിയാതെ, മണവാളിനറിയാതെ അകത്തിരുന്ന അനുഗ്രഹം കലവറയിൽ നിന്നിറങ്ങി, കല്യാണപ്പന്തലിൽ നിന്നിറങ്ങി, മുറ്റത്തൂടെ ചാടി താഴത്തെ കിണറ്റിപ്പോയി. ആരും അറിഞ്ഞില്ല. പലയിടത്തും വീട്ടിലിരുന്ന സാധനം കിണറ്റി കിടക്കുക. അത് പീസിച്ചെറിയാൻ നോക്കിയൊന്നും കണ്ടുപിടിക്കത്തില്ല. അത് കാണുന്ന അഗ്നിജാലിക്കൊത്ത കണ്ണുള്ളവൻ വരണം. അവന് മാത്രമേ അത് പൊക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഒരല്ലൊലി ഈ രാത്രി പറയണം, നിന്റെ കുടുംബത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് നിന്റെ അശ്രദ്ധ കൊണ്ട് ഏതെങ്കിലും അനുഗ്രഹം വീട് വിട്ടിറങ്ങിപ്പോയെങ്കിൽ എത്ര ആഴത്തിൽ കിടന്നാലും ഒറ്റ വാക്കിൽ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് ഇന്ന് രാത്രി യേശുവെന്ന. ഞാൻ ഈ ദൂത് പറയുമ്പോൾ താണുപോയ അനുഗ്രഹമെല്ലാം ഉയർന്നു വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവരാ കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ച് ഏത് താണുപോയ അനുഗ്രഹത്തെയും Praise the Lord. ഈ വലിയ അത്ഭുതം നടക്കുന്ന കല്യാണ വീട്ടിൽ ജനത്തിൻ്റെ ഉപദേഷ്ടാവും ജനം അംഗീകരിക്കുന്ന പരീശന്മാരുടെ പ്രമാണി, യഹൂദന്മാരുടെ പ്രമാണി, സന്നിധി സംഘത്തിലെ അംഗം, നല്ല തലയെടുപ്പുള്ള, ആഢ്യത്വമുള്ള, കഴിവുള്ള പരീക്ഷ പ്രമാണിയായ നിക്കോദീമോസും ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിരുന്നുവാഴി ഓടിയാണെന്ന് ചോദിച്ചു. ഇതുവരെ എവിടെ വെച്ചിരുന്നു? വീട്ടുനാടൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന മണവാളൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. വിരുന്നുവാഴി പറഞ്ഞു, എനിക്കറിയത്തില്ല. എന്നറിയാമോ? യേശു നടത്തുന്ന വിടുതൽ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അല്ലാതെ എല്ലായിടത്തും ചെയ്യുന്നതല്ല അവിടെ ചെയ്യുന്നത്. നിന്റെ വീട്ടിൽ ഇന്ന് രാത്രി ഒരു കാര്യം ചെയ്താൽ, ഇന്ന് വരെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്തൊരു കാര്യം ദൈവം ചെയ്യുമെന്ന് ഉറപ്പുള്ളവര് ഈ രാത്രി ദൈവത്തെ ആരാധിക്കണം. കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒന്ന്. അപ്പൊ ഇതെല്ലാം അനുഭവിച്ച നിക്കോദീമോസ് തീരുമാനിച്ചു, തന്നെക്കാട്ടി വളരെ പ്രായം കുറഞ്ഞ തച്ചൻ്റെ മകനായിരിക്കുന്ന കൊച്ചു തച്ചൻ പാർക്കുന്ന വീട്ടിൽ ചെന്ന് ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം. ഇത്രേ നിക്കോദീമോസ് തീരുമാനിച്ചു. അതിന് പുള്ളിക്കാരൻ പകൽ വന്ന് കയറിയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു. നമ്മുടെ ഈ കൺവെൻഷനിൽ പോകുന്നിടത്തൊക്കെ ഈ മെസ്സേജ് കേൾക്കാൻ കൊതിക്കുന്ന ആളുകൾ പലരും കാറ് കൊണ്ടിട്ടിട്ട് കാറിൻ്റെ ചില്ല് ശകലത്താത്ത് അകത്തിരിക്കുന്ന ആരാന്നറിയാതെ മെസ്സേജ് കേൾക്കും. നമ്മൾ ആരിൽ ചില പുള്ളി വണ്ടി വിട്ട് പോവുകയും ചെയ്യും. പുള്ളിക്ക് നല്ല, അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കില്ല, അവരൊന്നും കേൾക്കട്ടെ. ഹലോ, കയറി വരാൻ കഴിയാത്തത് അവർക്ക് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അണ്ടർ ജോലി കാണും, അല്ലെ അവരുടെ പെണ്ണും പിള്ളയ്ക്ക് ജോലി കാണും, അല്ലെ അവരുടെ പിള്ളേർക്ക് കാണും. അവരുടെ പണി പോകുന്ന കേസാണ്. നമ്മളായിട്ട് അവരുടെ പണി കളയണ്ട. ദൂത് കേൾക്കട്ടെ. ഒരല്ലേലൂയ പറഞ്ഞേ. നല്ല സ്വോത്രം ഈ രാത്രി പറയണം കേട്ടോ. അല്ലേലൂയ. അപ്പം അങ്ങനെ ഇരിക്കെ ഈ നിക്കോദീമോസ് വൈകിട്ട് ഈ കൊച്ചു തച്ചൻ്റെ അടുക്കൽ വന്നു. സ്തോത്രം. ആരാ വന്നെന്നറിയാമോ? യഹൂദന്മാരുടെ പ്രമാണി, പരീശന്മാരുടെ പ്രമാണി, യഹൂദന്റെ ഉപദേഷ്ടാവ്. ഇത്രയും വലിയൊരു മനുഷ്യൻ വിളിക്കാതെ ഒരു തച്ചൻ്റെ വീട്ടിൽ കയറി വരുമ്പോൾ ന്യായമായി ചെയ്യേണ്ടത്, സാറേ വിളിക്കാനുള്ള ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ വന്നല്ലോ, ഇരുന്നാട്ടെ. സ്തോത്രം. അമ്മ മറിയെ വിളിച്ച്, അമ്മേ നമ്മുടെ നിക്കോദീമോസ് സാർ വന്നിട്ടുണ്ട്, നമ്മുടെ പാവപ്പെട്ട കൊച്ചുകുടിൽ വരാത്തത് തോന്നിയല്ലോ, പെട്ടെന്ന് ചായ എടുത്താട്ടെ. ഉടനെ അമ്മ അകത്തുനിന്ന് കണ്ണ് കാണിക്കുമ്പോൾ പാലില്ല, വിഷമിക്കണ്ട, സുലൈമാനി എടുത്തോ. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നൊന്നും പറയുന്ന ആളല്ല യേശു. നിങ്ങൾ മിണ്ടുന്നില്ല. യേശുവിന് ആരംഭത്തെങ്കിൽ അവസാനം അറിയാവുന്നവന്.
ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും ഒരുപോലെ അറിയാവുന്ന ഒരാളാണ് യേശു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം ഭൂതകാലം അവൻ അറിയാൻ കേട്ടോ, വർത്തമാനകാലം അവൻ അറിയാൻ കേട്ടോ, ഭാവികാലം അവൻ അറിയാം. അപ്പൊ നിക്കോദീമോസ് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോഴേ യേശു അവനെ അടിമുടി വിവേചിച്ചിട്ട് പറഞ്ഞു, നിക്കോദീമോസ്, ഇവനാണ് എൻ്റെ ബോഡി ക്രൂശെന്ന് 3 ആണി പതുക്കെ ഊരി ബോഡി നിലത്ത് വീണ് അസ്ഥി ഒന്നും ഒടിയാതെ തോളത്ത് വെച്ച് പതുക്കെ ഇറക്കുന്നത് ഇവനാണ്. ഇവൻ്റെ കയ്യിലെ പോക്കറ്റിലെ പൈസ കൊണ്ടാണ് എൻ്റെ ബോഡി പൊതിയാനുള്ള നിർമ്മലശീല മേടിക്കുന്നത്. ഇവൻ്റെ കയ്യിലെ കാശ് കൊണ്ടാണ് ആ നിർമ്മലശീലയ്ക്കകത്ത് ബോഡി വെച്ചിട്ട് പൊതിയാനുള്ളതായ സുഗന്ധവർക്കം 100 റാത്തൽ മേടിക്കുന്നത്. 1 റാത്തലിൻ്റെ വില നമ്മുടെ യൂദ പറഞ്ഞായിരുന്നു, ഇത് വിറ്റായിരുന്നേ 300 വെള്ളിക്കാശ്. അങ്ങനെയാണെങ്കിൽ 100 റാത്തലിനകത്ത് കിട്ടുമെന്ന് വീട്ടിൽ പോയി കൂട്ടിയാൽ മതി. ഇപ്പം ഇത്രയും പൈസ മുടക്കി 100 റാത്തൽ സുഗന്ധം മേടിച്ച് എൻ്റെ ബോഡിയെ പൊതിയുന്നത് ഈ വന്നേക്കുന്ന നിക്കോദീമോസാണ്. ഹലോ, എൻ്റെ മുഖം സെപ്പറേറ്റ് പൊതിയാനുള്ള റൂമാല് ഇവൻ്റെ പോക്കറ്റിലെ പൈസയ്ക്കാണ്. ഇവൻ തലഭാഗം പിടിച്ച് അരിമത്തിലെ യോസഫ് കാൽഭാഗം പിടിച്ച് എന്നെ ചുമന്നുകൊണ്ട് പോയി അരിമത്തിലെ യോസഫിൻ്റെ ആരും വെച്ചിട്ടില്ലാത്ത പാറയിൽ വെട്ടിയ കല്ലറയിൽ കൊണ്ട് വെക്കുന്നത് ഇവനാണ്. ഒരല്ലേ പറയണം. ഇത്രയൊക്കെ അറിയാമെങ്കിൽ ചായ അല്ല ബിരിയാണി പറയും. ഹലോ, മിണ്ടുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർ ബിരിയാണി പറഞ്ഞാൽ മനസ്സിലായി, കുഴിമന്തി. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു, കുഴിമന്തി അടിച്ചാൽ നിന്റെ കുഴിയും മാന്തിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഒരല്ലേ പറയണം. പിന്നെ ഈ ചത്തേനെ എല്ലാം കൂടെ പൊരിച്ച് തന്ന് 6 ആഴ്ച പഴക്കമുള്ള എണ്ണയ്ക്കകത്തെല്ലാം ഇട്ട് നിന്റെ കുഴി മാന്തിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് കഴിക്കുമ്പോൾ സൂക്ഷിച്ചോളൂ. ഒരല്ലേ പറഞ്ഞത്. ഞാനിതിനൊന്നും എതിരല്ല കേട്ടോ, എങ്കിലും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ശ്രദ്ധിച്ചേ. അപ്പോൾ യേശു ഇത്രയെല്ലാം ചെയ്യുന്നവനാ വന്നേന്നറിഞ്ഞിട്ട് അവൻ ഇന്നലത്തെ അടയാളം കണ്ടു പറഞ്ഞു, കർത്താവേ, ഞാനും ഇന്നലത്തെ കല്യാണത്തിനുണ്ടായിരുന്നു, നീ ദൈവത്തിൻ്റെ അടുക്കെന്ന് വന്നിരിക്കാന്ന് ഞാൻ അറിയുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അടയാളങ്ങളൊന്നും ചെയ്യാൻ ആരെ കൊണ്ടും ഇതിൽ കൂടുതൽ എന്തോ പുകഴ്ത്തണ്ടേ. ഞാനൊരിടത്ത് ചെന്നപ്പോൾ എന്നെ പരിചയപ്പെടുത്തുക. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യത്തിൽ ലോകത്തിന് വെളിയിലും വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ, ഞാനിപ്പോൾ പോകുന്നിടത്തല്ല കപ്പിയും കയറുമായിട്ടാണ് പോകുന്നത്. കാരണം തിരിച്ചിറങ്ങി സ്റ്റേജിൽ വരണ്ടേ. നമ്മളെ ചുമ്മാ അടിച്ച് പൊക്കുമല്ലേ, പന്തലിന് മേളിൽ കൊണ്ടുപോവാ. നമ്മൾ താഴെ നിന്നല്ല പ്രസംഗിക്കാനൊക്കത്തുള്ളൂ. ഒരല്ലേ പറഞ്ഞേ, ചുമ്മാ കിളത്തുക. ഇവനും വന്ന് ഒരൊറ്റ കിളത്ത് കിളത്തി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നെന്നും ഇല്ലെങ്കിൽ ഈ അടയാളം ചെയ്യാൻ ആരെ കൊണ്ടും കഴിയത്തില്ലെന്നും. ഇത്രയും നിക്കോദീമോസ് മാന്യമായിട്ട് ഈ മനുഷ്യനെ ഇരുത്തണ്ടേ. ഹലോ, വിത്തൗട്ടാണോ വേണ്ടത്? ഷുഗർ ഇടണോ അതോ ബ്രൗൺ ഷുഗർ ആണോ ചാടി? ഹലോ, അല്ലെ ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വേറെ ഷുഗറുണ്ട്. യേശു പറഞ്ഞു, നിക്കോദീമോസേ, നീ ആരുമായിക്കൊള്ളട്ടെ, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഓ, ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. നീ ആരുമായിക്കൊള്ളട്ടെ. നന്നായിട്ട് ആരാധിക്കണം. പുതുതായി ജനിച്ചവൻ ആരാധിക്കണം. പുതുതായി ജനിച്ചവന്റെ ആരാധന ഒരു പുതുമയുണ്ട്, അവന്റെ സ്തോത്രത്തിൽ പുതുമയുണ്ട്. ഓ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇത്രയും വലിയൊരു മനുഷ്യൻ, ജനത്തിൻ്റെ ഉപദേഷ്ടാവ്, വീട്ടിൽ വന്ന് പ്രശംസിച്ചു, പുകഴ്ത്തി പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. ആമീൻ ആമീൻ എന്ന് പറഞ്ഞു പോയെങ്കിൽ പിന്നെ നീ ആകാശവും ഭൂമിയും മാറിയാലും ഞാൻ ഈ പറയാൻ പോകുന്ന വാക്കിന് നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം. അപ്പൊ രാത്രി വീട്ടിൽ വന്ന് എന്നെ കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്താൽ സ്വർഗത്തിൽ പോകത്തില്ല. ഇനി എൻ്റെ ബോഡി ക്രൂശെന്ന് ഇറക്കിയിട്ട് ഞാനാണ് യേശുവിൻ്റെ ക്രൂശെന്ന് ബോഡി ഇറക്കിയെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ല.
ഇനി എൻ്റെ ബോഡിയെ പുതപ്പിക്കാൻ നീ കാശ് മുടക്കി ഒരു നിർമ്മലശീലം മേടിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? നീ ഇനി എൻ്റെ ബോഡി ചുമന്നോണ്ട് കൊണ്ട് യോസഫിൻ്റെ കല്ലറ വെച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പാൻ വേറെ എക്സ്ട്രാ പരിപാടി ഒന്നുമില്ല. അല്ലല്ലേ പറയണം. പിന്നെ മല ചവിട്ടിയത് കൊണ്ടോ, നട ചവിട്ടിയത് കൊണ്ടോ, മെഴുതിരി കത്തിച്ചത് കൊണ്ടോ, സാമ്പ്രാണി കത്തിച്ചത് കൊണ്ടോ, ശവം ചുമന്നത് കൊണ്ടോ, തിരശീല മേടിച്ചത് കൊണ്ടോ, ഉരുളി കമത്തിയത് കൊണ്ടോ, ആനയെഴുന്നള്ളത്ത് വെച്ച കൊണ്ടോ, വെടിക്കെട്ട് നടത്തിക്കൊണ്ടോ നീ നിത്യതയെ പോകത്തില്ല. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ രണ്ടാമതൊരു വഴിയില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ഏറ്റെടുക്കുന്ന ഒരു രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് രണ്ട് വഴികളില്ല. ഓ, അഭിഷേകമുള്ള ദൈവമക്കൾ ഒരു നിമിഷം ആത്മാർത്ഥമായി ആത്മാവിന്റെ അധികാരത്തോടെ ചേർന്നൊന്ന് ആരാധിച്ചോ. നിന്റെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക, നിന്റെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി സാക്ഷാൽ വചനമായവൻ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. ഓ മൗനമായിരിക്കാതെ കരമൊന്ന് ചേർത്തടി ചതുരം തുറന്ന് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ. ഞാൻ ഒന്ന് രണ്ട് കാര്യം ഒന്ന് ഓടിച്ചു പറയാം. ഇസ്രായേൽ മക്കളെ മിസ്രൈമിന് വിടുവിച്ചത് അത്ഭുതങ്ങളാണോ? വടി തൊട്ടപ്പോൾ നൈൽ നദി രക്തനദി ആയതാണോ ഇസ്രായേൽ വിടുവിക്കപ്പെട്ടെ? പൊടിയെല്ലാം കൂടെ പേനായതാണോ? പെരയ്ക്കകത്തെല്ലാം തവള കയറിയതാണോ? ഐസ് മഞ്ഞ് കൽമഴയായി പെയ്തതാണോ? ഹലോ, ദേഹത്ത് പുണ്ണ് വന്നതാണോ? എന്താണ് ഇസ്രായേലിനെ മരുഭൂമിയിൽ നിന്ന് വിടുവിച്ചത്? ദൈവം പറഞ്ഞു, മോശേ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടടാ, എൻ്റെ ജനത നിലവിളി ഞാൻ കേട്ടു, വിടിവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നേക്ക. നമ്മളാരും കയറി ചെല്ലണ്ട, കാശ് മുടക്കി കയറിപ്പോകണ്ട, ഇറങ്ങി വരുന്നവനാ. ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന്റെ ഗൗരവം അറിഞ്ഞ് അവൻ നിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ശ്രദ്ധിക്കണേ, മോശയാണ് ഓട്ടത്തോട് ഓട്ടം. പുള്ളി മിസ്രൈമിൽ നിന്ന് ഒറ്റ ഓട്ടം, ഉടുത്ത തുണിയല്ലാതെ വേറൊന്നും എടുക്കാതെ ഒറ്റ ഓട്ടം. ആ ഓട്ടം 40 വർഷം ഓടി. ലോകത്തിലെ ഏറ്റവും വലിയ മാരത്തോൺ ഓട്ടം ഓടിയത് മോശയാണ്. തിരിഞ്ഞു നോക്കാതെ ഓടുക, കൊല്ലാൻ വരുന്ന ഫറവോന് ശക്തിയെ കണ്ട് ഓടി 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 ദൈവത്തിൻ്റെ പർവ്വതത്തിന് താഴെ ചെന്നു. അവിടുത്തെ ഒരു അപൂർവ കാഴ്ച, ഇതുവരെ കാണാത്തൊരു കാഴ്ച. തീ കത്തുന്നു, മുള്ളു വെന്തു പോകുന്നില്ല. ഇന്നലെ വരെ പുള്ളി കണ്ട തീയെല്ലാം എന്തിനു മേലെ കത്തിയ വസ്തു വെന്തു പോയിട്ടുണ്ട്. പക്ഷേ ഇത് മുള്ള്. ഈ അപൂർവ കാഴ്ച കാണാൻ അങ്ങോട്ട് കയറി ചെന്നവൻ പറഞ്ഞു, അടുക്കരുതെന്ന് പറഞ്ഞു. ചെരുപ്പ് ഊരിയിടാന്ന് പറഞ്ഞു. ചെരുപ്പ് ഊരിയിട്ടു. കൈ വടി താടിയിടാൻ പറഞ്ഞു. വടി താടിയിട്ടപ്പോൾ വടി പാമ്പായി. അപ്പോൾ പർവ്വതത്തിലെ തീ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി, വടി പാമ്പായപ്പോൾ പുള്ളി ഇങ്ങോട്ട് ഓടി. പുള്ളി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഹലോ, ഓടുന്നവനെന്നും ഇങ്ങനെ ഓടും. പിന്നെ പ്രാർത്ഥിക്കുന്ന മുട്ടുമടക്കി മുട്ടിനിടയ്ക്ക് തലയിട്ടുകൊണ്ട് ഇരുന്ന് 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കാണാൻ വന്നവൻ 7 പ്രാവശ്യം അങ്ങോട്ട് ഓടി, 7 പ്രാവശ്യം ഇങ്ങോട്ട് ഓടി. നിങ്ങൾ മിണ്ടിയില്ല. എടാ, പ്രാർത്ഥന കാണുന്നവൻ ഓടിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കണ്ടവൻ ഒരു കയ്യോളം മേഘം കണ്ടു, പ്രാർത്ഥിച്ചവൻ വലിയ മഴയുടെ മുഴക്കം കേട്ടു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവൻ ഓടണ്ട, ഇരിക്കുന്നിടത്ത് മറുപടിയായിട്ട് ഇറങ്ങി വരും. സന്തോഷമുള്ളവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. പ്രാർത്ഥിച്ചവന്റെ മറുപടി അവിടെ ഇറങ്ങി വന്നു. അപ്പൊ ഈ 40 വർഷമായി ഓടുന്നോണ്ട് ദൈവം പറഞ്ഞു, ഓടണ്ട മോശം, നിൽക്കാൻ പറഞ്ഞു. നിൽക്കാൻ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, ഇനി നീ ഒത്തിരി നിൽക്കാൻ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, ഇനി നീ ഒത്തിരി ഓടണ്ട, നിൽക്കുക. നീ ആ പാമ്പിന്റെ വാലെ പിടിക്കാൻ പറഞ്ഞു.
വാലെ പിടിച്ചപ്പോൾ അതെന്തായി? വടിയായി. അർത്ഥം എന്നാന്ന് മനസ്സിലാകും. മോനെ, നിന്നെ പണം വിടർത്തി കൊത്താൻ വരുന്ന ഏത് വ്യാപാരം, അത് പറവോൻ്റെ ആണെങ്കിലും നിന്റെ കൈക്കകത്ത് ഒതുങ്ങും. ഞാൻ ഇസ്രായേൽ ജനമാണെങ്കിലും നിന്റെ കൈക്കകത്ത് ഏറ്റെടുത്തോണം. ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ഒതുങ്ങാത്ത വിഷയമില്ല. നീ കത്തുന്ന മുൾപ്പറപ്പിൻ്റെ അടുക്ക വന്നതുകൊണ്ട് ഏത് നിന്നെ ഓടിക്കുന്ന വിഷയമായാലും അത് നിന്റെ കൈക്കകത്ത് ഒതുങ്ങുമെന്ന് ആത്മാവ് പ്രവചിച്ചു പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഈ രാത്രി ഏറ്റെടുക്കട്ടെ. നിന്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു വിഷയമില്ല. ഓ റിഖബാബാബാസ്. ആ മോശ വന്നു, പറവോന്റെ ശക്തിയും കയ്യിലൊതുങ്ങി, ഇസ്രായേലും കയ്യിലൊതുങ്ങി. പക്ഷെ അവരെ വീണ്ടെടുത്തത് അത്ഭുതമല്ല, മാറ്റിക്കെട്ടിയ കുഞ്ഞാടിന്റെ രക്തമാണ്. സ്വത്രം പറയണം. അത്ഭുതം ചെയ്യാൻ വടി നീട്ടുകയോ വടി തൊടുകയോ ഒക്കെ ചെയ്താൽ മതി. പക്ഷെ വീണ്ടെടുക്കണമെങ്കിൽ രക്തം വേണം. ഒരല്ലേലൂയ പറയണം. പിന്നെ പുതിയ നിയമസഭയെ വീണ്ടെടുത്തത് അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചുകൊണ്ടാണോ? 38 വർഷത്തെ പക്ഷപാതക്കാരൻ കിടക്കയും കൊണ്ട് ഓടിപ്പോയതാണോ? പറഞ്ഞേ, 6000 ഭൂതമുള്ളവനെ കെട്ടടിഞ്ഞതാണോ? അതിനല്ലേ എൻ്റെ കർത്താവിന് ആകെ ഒരു വാക്ക്. പക്ഷെ വീണ്ടെടുക്കാൻ ചെലവായത് രക്തമാണ്. ഇന്ന് രാത്രി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യായ രക്തത്തിന്റെ ശക്തിയ ഏറ്റെടുക്കുന്ന ദൈവത്തെ സ്തുതിച്ച് നിന്റെ വീണ്ടെടുപ്പിന്റെ രക്തത്തിന്റെ വില ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവനൊന്നും അറിയാത്ത പോലെ ഇത്രയും അറിവുള്ള ജനത്തെ ഉപദേശിക്കുന്ന മനുഷ്യൻ അവിടെ കിടന്ന് ചുമ്മാ അഭിനയിക്കുകയാണ്. കർത്താവേ, ഞാൻ ഇത്രയും പ്രായമായി. ആ വാക്കിൽ തന്നെ പുള്ളി പ്രായമുള്ള ആളാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഇത്രയും പ്രായമായി, ഇനി ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ പോയി പിന്നെ ഒന്നുകൂടെ ജനിക്കാന്നൊക്കെ പറഞ്ഞത് നടക്കുന്നൊക്കെ പുള്ളി ഒന്നും അറിയത്തില്ല കേട്ടോ. പുള്ളി 95 വർഷവും പ്രസംഗം കേട്ട ആളാണ്. ഹലോ, എല്ലാ പ്രസംഗം പുള്ളി കൈപൊക്കിയതുമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. പക്ഷെ പുള്ളി ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക. പുള്ളിക്കറിയാൻ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി അഭിഷേക്തന്മാരുടെ കൈകീഴെ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവൻ വേർപാടും വിശുദ്ധിയും പാലിക്കണം. അവൻ കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വിശുദ്ധന്മാരുമായി കൂട്ടായ്മ ആചരിക്കണം എന്നല്ലേ ഇവൻ അറിയാമെന്നേ. മിണ്ടുന്നില്ല. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുള്ളി പൊരുളിൻ്റെ മണ്ടയ്ക്ക് കിടന്ന് ഉരുളുക. അപ്പം ഇന്ന് രാത്രി ഒത്തിരി ചെളി ദേഹത്ത് പിടിക്കാതിരിക്കാൻ ഞാൻ പറയാം, ഇനിയെങ്കിലും കിടന്ന് ഉരുളാതെ നീ രക്ഷിക്കപ്പെട്. ഒരു സ്വത്രം പറഞ്ഞേ, നിന്റെ ഈ ഉടായിപ്പ് പരിപാടി നിർത്തി ഇന്ന് രാത്രിയെങ്കിലും വചനം കേട്ട് നീ അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നീ ആരുമായി കൊള്ളട്ടെ, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ നിനക്കൊരിക്കലും കഴിയത്തിൽ ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ രാത്രി ഇവിടെ ഉയരേണ്ടത് വീണ്ടും ജനിച്ചവരുടെ ആരാധനയാ. അപ്പോൾ യേശു പറഞ്ഞു, കർത്താവേ, ഞാൻ ഇനി എൻ്റെ അമ്മയുടെ വയറ്റിൽ പോയി ഒന്നുകൂടെ ജനിക്കാനൊക്കുമോ? ഞാൻ ഇത്രയും പ്രായമായില്ലേ? ഒന്നും അറിയാത്തൊരു പുള്ളി. യേശു പറഞ്ഞു, നീ ഉപദേഷ്ടാവായിട്ടും. ഹലോ, പുള്ളി അവരുടെ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത്. പുള്ളി ഉപദേഷ്ടാവാ. എല്ലാവരും എന്നോടുണ്ടോ? പുള്ളി ആ കോൺഫറൻസ് മുഖ്യ പ്രസംഗകനായി വരുന്നത്. പക്ഷെ എല്ലാം അറിയാൻ ഇത് പുള്ളിക്ക് അറിയത്തില്ല. രക്ഷവരെ പുള്ളി ആവേശത്തോടെ പറയും. അതിനപ്പുറത്തോട്ട് പുള്ളി പോകത്തേ ഇല്ല. രക്ഷയാകുമ്പോൾ പുള്ളി കട്ടൻ ഇട്ടു ആമീൻ പറയും. ഇനിയെങ്കിലും നീ ജനത്തെ വഞ്ചിക്കല്ല. നീ ഇനിയെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ ഉള്ള കാര്യം പറയണം. യേശു പറഞ്ഞു, നീ ഉപദേഷ്ടാവായിട്ടും. ഒരല്ലേ പറഞ്ഞേ, ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ വിളിച്ചു പറയുക, നീ ഉപദേഷ്ടാവായിട്ടും പാവപ്പെട്ട ജനത്തെ വഞ്ചിക്കരുത്. ഇന്ന് രാത്രി നീ ജനത്തോട് സത്യം പറയണം. ജനത്തോട് സത്യം പറയണം. ഹല്ലേലൂയ. നീ ഉപദേഷ്ടാവായിട്ടും ഇതറിയുന്നില്ലയോ? നിക്കോദീമോസേ, വെള്ളത്താലും ആത്മാവിനാൽ നീ ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഉടനെ അവൻ അത് അസാധ്യമായി പറഞ്ഞപ്പോൾ പറഞ്ഞു, എടാ മോനെ, ജഡത്താ ജനിച്ചതെല്ലാം, പറഞ്ഞേ, ജഡം. ആത്മാവിനാൽ ജനിച്ചതെല്ലാം ആത്മാവ്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. അതെവിടുന്ന് വരുന്നെന്നോ ഇന്ന് രാത്രിയിൽ
കലയപുരത്ത് കാറ്റടിച്ചുകൊണ്ടിരിക്കുക. 95 വർഷം മുമ്പേ അപ്പച്ചനുള്ള കാലത്ത് അടിച്ച കാറ്റ് ഇന്ന് രാത്രി അപ്പച്ചൻ മാറി എന്നുള്ള കാറ്റടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കാറ്റ് ഇഷ്ടമുള്ളിട തൂതുന്നു. അതെവിടുന്ന് വരുന്നെന്നോ എവിടേക്ക് പോന്നെന്നോ നീ അറിയണ്ട. ആ കാറ്റിന്റെ സ്പർശനമേറ്റാൽ നിന്റെ കുടുംബത്തിന്റെ കെട്ടിന്ന് രാത്രി അഴിയും. ആ കാറ്റടിച്ചാൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ആഭിചാര പോരുകൾ ഈ രാത്രി അഴിയും. ഏറ്റെടുക്കുന്നവര് മാത്രം ആ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് കാറ്റ് ഇഷ്ടമുള്ളിട തൂതുന്നു. ഹല്ലേലൂയ. എനിക്കിവിടെ തുള്ളിച്ചാടിയാ കൊള്ളാവുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. 84-ൽ ഈ കാറ്റ് പാവപ്പെട്ട് എൻ്റെ അടുക്കൽ അടിച്ചു. ആർക്കും വിടുവിക്കാൻ കഴിയാത്ത എന്നെ ഒറ്റ കാറ്റടിച്ചതേ ഉള്ളൂ. ദൈവം എൻ്റെ കെട്ടടിച്ചു കേട്ടോ. അന്നു മുതൽ 4 പതിറ്റാണ്ടായി ഇങ്ങനെ ഓടുകല്ലേ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിക്കാൻ ആ കാറ്റ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുക. കാറ്റ് ഇഷ്ടമുള്ളവരെ തൂതിക്കൊണ്ടിരിക്കുക. ചില കുടുംബങ്ങൾക്കകത്തേക്ക് ലൈവിക്കാനോട് പറയട്ടെ, നിന്റെ കൂടാരത്തിന്റെ അകത്തേക്ക് ഈ രാത്രിയിൽ ഈ കാറ്റടിക്കുകയാ. നിന്റെ കുടുംബത്തിന് വിരോധമായി പിശാച് ഒരുക്കിയതെല്ലാം ഈ രാത്രി അഴിഞ്ഞു മാറുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം കരം ചേർത്തടിച്ച് രാത്രിയോ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാറ്റിന്ന് രാത്രി എന്നെയും സ്പർശിച്ചെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? നീ കരമുയർത്തിയപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ ആ രോഗത്തിന്റെ കെട്ടഴി, ആ ശാപത്തിന്റെ കെട്ടഴി നിന്നെ ഒതുക്കി ഞെരുക്കി മുന്നേറാൻ കഴിയാതെ 25 ഡിസംബർ മാസം 27 നിന്നെ ഒതുക്കി വെച്ച ചില മേഖലകളിൽ ഇന്ന് രാത്രി ആ കാറ്റ് നിന്നെ സ്വതന്ത്രമാക്കുകയാണ്. നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തിയ കെടുതികളെ ഇന്ന് രാത്രി സ്വർഗം അഴിച്ചു കളയുകയാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ഈ രാത്രി നന്നായി സ്തുതിക്കുകയാ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പുകഴ്ത്താൻ വന്നവനാ. പുകഴ്ചയെല്ലാം കേട്ട് ബൊക്കെ മേടിച്ച് ഷാള് പണിഞ്ഞ് യേശുവോടിരുന്നല്ല. യേശുവിന് ഇവിടുത്തെ ആരുടെയും പുകഴ്ച വേണ്ട. യേശുവിന് ആര് വന്നാലും ഗുണപ്പെട്ടാൽ മതി. നിങ്ങൾക്കറിയാമോ, ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ അപ്പം തിന്ന 5000 പുരുഷന്മാരില്ല. നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞ പത്രോസില്ല. കൂടെ നടന്ന ശിഷ്യന്മാരാരുമില്ല. എല്ലാവരും അവരവരുടെ സ്വന്തത്തിലേക്ക് പോയി. ഹല്ലേലൂയ. ക്രൂശിന്റെ കൂടെ ആരും കാണത്തില്ല. കാരണം നിന്നയുള്ളതാ, ശാപമുള്ളതാ, അപമാനമുള്ളതാ, പരിഹാസമുള്ളതാ, ഒറ്റപ്പെടുന്നതാ, കാർക്കിച്ചു തുപ്പുന്നതാ, ചാട്ടവാറിന് അടികിട്ടുന്നതാ. ആരും അടുക്കത്തില്ല. എല്ലാരും അകന്നപ്പോൾ നിക്കോദീമോസ് അടുത്ത് കേട്ടോ. ഒരിക്കലെങ്കിലും വചനം കേട്ടവൻ ആ സമയത്ത് അടുത്തു വന്നിട്ട് ആ ബോർഡ് ചുമക്കാൻ തയ്യാറായെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അവസരമാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സമാപന രാത്രിയാകാം ഇത്. നീ ഇന്ന് രാത്രിയിൽ ഒന്ന് ചുമക്കാൻ തയ്യാറായാൽ ഒരല്ലേലൂയ പറയണം. ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. സമയത്തെ ഞാനും ബഹുമാനിക്കുന്നയാളാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് രാത്രി അകത്തോ പുറത്തോ വീണ്ടും ജന്മം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീ ഏത് കൊടിയ പാപിയായിക്കൊള്ളട്ടെ, നിന്റെ പാപം രക്താംബരം പോലെ ചുമന്നതാകട്ടെ, ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലെന്ന് ലോകം പറഞ്ഞാലും യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപവും പോക്കി
നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. അത് കഴുകുന്ന രക്തമാണ്, അത് വീണ്ടെടുക്കുന്ന രക്തമാണ്, അത് പാപമോചനം നൽകുന്ന രക്തമാണ്, അത് നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഒരു ഹല്ലേലൂയ നല്ലപോലെ പറയണം. അതിനെ വിശുദ്ധീകരിക്കുന്ന രക്തമാണ്, അത് സമാധാനം നൽകുന്ന രക്തമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അത് നിന്നെ ദൈവത്തോട് സമീപസ്ഥനാക്കുന്ന രക്തമാണ്. ഇന്ന് രാത്രി അടുക്കണം, ആരും അകന്നു പോകല്ലേ. യെരൂശലേമിനെ നോക്കി യേശു കരഞ്ഞൊരു കരച്ചിലുണ്ട്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു യെരൂശലേമിനെ പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ. അത് ഞാനൊന്ന് മാറ്റി പറയുന്നു, കലയപുരമേ കലയപുരമേ. മത്തായി അപ്പച്ചന്റെ കാലം മുതൽ 95 വർഷമായി നിന്നെ പലപ്പോഴും ആ ചിറകിന്റെ മറവിൽ ഒന്ന് മറയ്ക്കാൻ അവൻ എത്ര വട്ടം മനസ്സായിരുന്നു. ആവർത്തിച്ച് നീ ദൂത് കേട്ടില്ലേ? നിന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ അവൻ എത്ര വട്ടം മനസ്സായിരുന്നു. നിനക്കോ മനസ്സായില്ല. അതുകൊണ്ട് ശത്രു നിന്നെ 4 പാടും വളഞ്ഞ് നിന്നെ ഞെരുക്കി, നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും തകർത്ത് ഈ കാണുന്ന ആലയം കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്ന് യേശു യെരൂശലേമിനെ നോക്കി പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഈ 95ാം കൺവെൻഷൻ സമാപന രാത്രിയിൽ ഒറ്റ കാര്യം ദൈവം ആഗ്രഹിക്കുന്നു, നിന്നെ ചിറകിന്റെ മറവിൽ ചേർക്കാൻ. കൊതിക്കുന്നവരാ 2 കരം ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ആ വിരിക്കപ്പെട്ട ആ ചിറകിന്റെ മറവിൽ എന്നെ ഒന്ന് ചേർക്കണേ എന്ന് ആത്മാർത്ഥമായി ആ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. അസാധാരണമായ ഒരു വിടുതല് ഞാൻ ഈ രാത്രി ദൈവാത്മാവിൽ കാണുകയാ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു സ്വർഗീയ വിടുതല് ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ പകരാൻ പോകുകയാ. ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ഒരു വീണ്ടും ജനന അനുഭവം, ഒരു മനസാന്തര അനുഭവം, ഒരു പുതുതായി ജനിച്ച അനുഭവം ഇന്ന് രാത്രി എന്റെ മേൽ പകരണമേ. ആ കാബേലിന്റെ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. നിന്റെ പേര് ഇന്ന് രാത്രിയിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതി എന്ന് ഉറപ്പ് പ്രാപിക്കാതെ നീ ഇവിടം വിട്ടു പോകരുത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അത് 2ാമത്തെ മരണമാണ്. നിന്റെ പേരിന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് ഉറപ്പാകട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അസാധാരണമായ ചില വിടുതലുകൾ ഈ രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുക. ചില വർഷങ്ങൾ പഴക്കമുള്ള കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില പുരാതന രോഗങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ശാപമണ്ഡലങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടഞ്ഞ ചില വഴികൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി നീ ഒന്ന് ഏറ്റെടുത്ത് വീണ്ടും ജനിച്ച അനുഭവത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ഒരു നിമിഷം ഈ ദൂതൊന്ന് ഏറ്റെടുത്ത് ദൈവസ്ഥലം ഒന്ന് എഴുന്നേക്കുമോ? നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിച്ച അനന്തരം നമുക്കൊന്നിച്ചൊന്ന് പാടി വേഗം വരുന്ന കർത്താവിനെ ഒന്ന് ആരാധിക്കാം. നമ്മുടെ പ്രത്യാശ പുതുകുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇപ്പൊ ബെന്തിക്കോസുകാരുടെ യോഗത്തിൽ ആരെയും എഴുന്നേൽപ്പിക്കുന്നില്ല. കാരണം എഴുന്നേക്കാൻ പറഞ്ഞോണ്ട് വീട്ടിൽ പാനാന്ന് അവരുടെ ധാരണ. ചിലരൊക്കെ ആഹാരം ഉണ്ടെങ്കിൽ നേരെ കാന്റീനിലോട്ട് ഓടും. ഇപ്പൊ ഞാൻ എഴുന്നേൽപ്പിച്ച കാന്റീനിൽ പാനുമല്ല, വീട്ടിൽ പാനുമല്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി